അല്ല മക്കളെ, അപ്പൊ നമ്മൾ ഓണം എക്സാം ഒക്കെ അടുത്ത് വരികയാണല്ലേ. 22-ാം തീയതിയാണ് ഞങ്ങൾ ഓണം എക്സാം. അപ്പോൾ ഓണം എക്സാമിന് വേണ്ടിയിട്ട് നമ്മളെ ഫിസിക്സിലെ +2 സെക്കൻഡ് ചാപ്റ്റർ ആണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് അല്ലേ. അപ്പോൾ ഇതൊരു സിമ്പിൾ ചാപ്റ്റർ ആണല്ലേ. ഫസ്റ്റ് ചാപ്റ്റർ പോലെ തന്നെ ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്. ഇതിലൊരു കോമൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കുറച്ചുണ്ടല്ലോ. അതന്നെ വീണ്ടും വീണ്ടും എന്ത് ചെയ്യണം, റിപ്പീറ്റഡ് ആയിട്ടാണ് ഓരോ വർഷങ്ങളിൽ ചോദിക്കാറ്. അപ്പൊ നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അതെന്ന് നോക്കാം. ഇതല്ലേടാ, ഇതല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. 2014 സേ ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. അക്കോർഡിംഗ് ടു ദി ഗോസസ് ലോ, എന്താ ഗോസസ് ലോ പറയുന്നത്? അക്കോർഡിംഗ് ടു ദി ഗോസസ് ലോ സ്റ്റേറ്റ്മെന്റ് എന്താടാ? ഗോസസ് ലോ പറയുന്നത് എന്താ? ദാറ്റ് ഈസ് ദി ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ് സർഫസ് ഇസ് ഈക്വൽ ടു, അല്ലെ? എന്താണ് ക്ലോസ് സർഫസിലുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു പറഞ്ഞത്? ദാറ്റ് ഈസ് 1/ε0 ടൈംസ് ക്യൂ എൻക്ലോസ്ഡ് ആണ്, അല്ലെ? ദെൻ ഒരു ക്വസ്റ്റ്യൻ ആണ്, ദെൻ വൈ ഈസ് ഇറ്റ് കോൾഡ് ടു ബി സേഫ് ദാറ്റ് ഇൻസൈഡ് എ ബസ് ദാൻ ഷെൽട്ടർ അണ്ടർ എ ട്രീ ഡ്യൂറിംഗ് ദി ലൈറ്റ്നിങ്? അപ്പൊ ലൈറ്റ്നിങ് ഉണ്ടാവുമ്പോൾ എന്താണ്, ഒരു ഒരു എന്താണ് മെറ്റാലിക് കണ്ടക്ഷൻ ഉള്ള ഒരു കണ്ടെയ്നർ, അല്ലെ? കണ്ടെയ്നറിലേക്ക് ആക്ട് ചെയ്യുന്ന ബോഡിയിൽ ഇരിക്കുന്നതാണ് സേഫ് ദാൻ എന്താണ് സിറ്റിംഗ് അണ്ടർ എ ട്രീ. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് നോക്കണേ. അതായത് വി നോ ദാറ്റ് ദർ ഇസ് എ പ്രിൻസിപ്പിൾ കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്, അല്ലെ? എന്താണ്? ദർ ഇസ് എ പ്രിൻസിപ്പിൾ കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. എന്താ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറഞ്ഞാല്? ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വി നോ ദാറ്റ് ഇൻസൈഡ് ദ കണ്ടക്ടർ ഇലക്ട്രിക് ഫീൽഡ് എന്താ മക്കളെ? ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് നമുക്കറിയാം, സീറോ എന്നറിയാം. അപ്പോൾ ഇവിടെ ഒരു മെറ്റാലിക് ഇൻസുലേഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. ദാറ്റ് ഈസ് during lightning it is safe to sit inside the car than tree, because here what happens is that the metallic body will act as എന്താ, the metallic body എന്തായിട്ട് ആക്ട് ചെയ്യണം? ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് ഇവിടെ പ്രൊവൈഡ് ചെയ്യും, അല്ലെ? വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. റെഡി ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോവാം. ഓക്കെ. കണ്ടക്ടേഴ്സ് ആർ മെറ്റീരിയൽസ് വിച്ച് അലോ ദി പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. നമുക്കറിയാം എന്താണ് കണ്ടക്ടേഴ്സ്, എന്താണ് ഇൻസുലേറ്റേഴ്സ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താൽ മതി. വെൻ ടു കണ്ടക്ടേഴ്സ് വിൽ ഷെയർ ദെയർ ചാർജസ് വാട്ട് ഹാപ്പൻ ടു ഇറ്റ്സ് ടോട്ടൽ എനർജി? ആക്ച്വലി നമുക്കറിയാം കൺസർവേഷൻ ഓഫ് എനർജി എന്താ? എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്ന് പറയാം. അപ്പൊ ആക്ച്വലി ഇവിടെ എന്താണ്, കണ്ടക്ടേഴ്സ് രണ്ട് കണ്ടക്ടേഴ്സ് കണക്ട് ചെയ്ത് വെച്ചാൽ ദർ വിൽ ബി ഫ്ലോ ഓഫ് ചാർജ്, അല്ലെ? ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു കണ്ടക്ടർ ഉണ്ട്, ഇവിടെ ഒരു കണ്ടക്ടർ ഉണ്ട്. സോ കണ്ടക്ടറിന്റെ ഇടയിൽ ഒരു ചാർജ്, അല്ലെ? ഒരു കണ്ടക്ടിങ് വയർ വെച്ചാൽ എന്ത് ചെയ്യും? ദർ വിൽ ബി ഫ്ലോ ഓഫ് ചാർജ് ടിൽ ഇറ്റ് റീച്ചസ് ദി ഇക്വി പൊട്ടൻഷ്യൽ, അല്ലെ? അതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം, അല്ലെ? ഇക്വി പൊട്ടന്റ് ആവുന്നത് വരെ എന്ത് ചെയ്യുന്നു? ദർ വിൽ ബി ട്രാൻസ്ഫർ ഓഫ് ചാർജ്. അപ്പോൾ ഈ ചാർജ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ ടു എനർജി? നമുക്ക് എനർജിക്ക് എന്താ സംഭവിക്കുക എന്നാണ് ചോദിച്ചത്, അല്ലെ? എനർജിക്ക് എന്താ സംഭവിക്കുക? എനർജി ആക്ച്വലി കൺസേർവ്ഡ് ആവേണ്ടതായിരുന്നു, പക്ഷെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഡ്യൂറിംഗ് ദി ട്രാൻസ്ഫർ, അല്ലെ? ട്രാൻസ്ഫറിന്റെ സമയത്ത് എന്തുണ്ടാവും വെച്ചാൽ ദർ വിൽ ബി സം എമൗണ്ട് ഓഫ് എനർജി വിൽ ബി ലോസ്റ്റ് ആസ് എന്താ? ഹീറ്റ്. അപ്പോൾ ഹീറ്റ് എനർജി ആയിട്ട് സം എമൗണ്ട് ഓഫ് എനർജി ലോസ് ആവണ കാരണം ടോട്ടൽ എനർജി നോക്കുമ്പോൾ എന്തായിരിക്കും? ദർ വിൽ ബി എ ഡിക്രീസ് ഇൻ ദി വാല്യൂ. ഓക്കെ, ദാറ്റ് ഈസ് ദ ടോട്ടൽ എനർജി ഡിക്രീസ്. എന്താ കാരണം? ബിക്കോസ് സം എനർജി ഈസ് ലോസ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. റെഡി. ഇനി മൂന്നാമത്തെ ചോദ്യം. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഈ സെൽ ഈസ് ഗെറ്റ് ഫുള്ളി ചാർജ്, ഫുൾ ചാർജ് ആയിട്ടുണ്ട്. ആഫ്റ്റർ ഡിസ്കണക്ടിങ് ദ സെൽ തിൻ ഷീറ്റ് ഓഫ് മൈക്ക ഇസ് പ്ലേസ്ഡ്, അല്ലെ? മൈക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ എക്സാമ്പിൾ ആണ്, അല്ലെ? ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ, അല്ലെ? അപ്പൊ ആക്ച്വലി നമുക്ക് അറിയാം എന്താണ് കപ്പാസിറ്ററിന്റെ കേസിൽ കപ്പാസിറ്റൻസ് സി ഡാഷ് ഇസ് ഈക്വൽ ടു ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഇൻറ്റു ഇനീഷ്യൽ കപ്പാസിറ്റൻസ്. അതായത് ആ ഒരു ഡൈഇലക്ട്രിക് മീഡിയം ഇൻസേർട്ട് ചെയ്താൽ ടോട്ടൽ കപ്പാസിറ്റൻസിന്റെ വാല്യൂ എന്ത് ചെയ്യും മക്കളെ? വാല്യൂ കൂടും. ഓക്കെ. ദെൻ വാട്ട് ഹാപ്പൻസ് ടു ഇറ്റ്സ് ചാർജ് ആൻഡ് കപ്പാസിറ്റൻസ്? മക്കളെ എന്താ? ചാർജ് എന്ന് പറഞ്ഞാൽ കൺസേർവ്ഡ് ആണല്ലേ. ചാർജ് ഒന്നും സംഭവിക്കില്ല. അപ്പൊ ചാർജ് റിമെയിൻസ് ദി സെയിം, അല്ലെ? ചാർജ് റിമെയിൻസ് ദ സെയിം, ബട്ട് വാട്ട് ഹാപ്പൻസ് ടു ദി കപ്പാസിറ്റൻസ്? കപ്പാസിറ്റൻസിന്റെ വാല്യൂ കൂടും. നമ്മൾ പഠിച്ചതാണ്. റെഡി ആണല്ലോ? ഓക്കെ, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദാറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സപ്പോസ് യു ആർ ഇൻസൈഡ് എ ഡീപ് കേവ്, അല്ലെ? വിത്തിൻ ദി എർത്ത്, ആർ യു സേഫ് ഫ്രം തെണ്ടർ ആൻഡ് ലൈറ്റിംഗ്? വൈ? അപ്പൊ ഇവിടെ ഡീപ് കേവ് ഓൾസോ ആക്ട് ലൈക്ക് എന്താണ് മെക്കാനിസം? നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ഏതാണ്? Electrostatic shielding. Okay, it is the mechanism called electrostatic shielding. Inside the conductor field സീറോ ആണ്, അതുകൊണ്ട് എന്താണ്? വി ആർ മോർ സേഫ്. എന്താണ്? ഫീൽഡ് ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യില്ല, അതിന്റെ ഉള്ളിലേക്ക് വരത്തില്ല. വി ആർ വെരി വെരി സേഫ്. ഓക്കെ. ഡിവൈസ് സ്റ്റോർ ഇലക്ട്രിക്കൽ ചാർജ്. എന്താ? കപ്പാസിറ്റർ, അല്ലെ? കപ്പാസിറ്റർ ഇസ് ഡിവൈസ് യൂസ് ടു സ്റ്റോർ ദി ഇലക്ട്രിക്കൽ ചാർജസ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. വാട്ട് ഈസ് മീൻ ബൈ എനർജി ഡെൻസിറ്റി? എന്താണ് ഡെൻസിറ്റി? എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എനർജി പെർ യൂണിറ്റ് വോളിയം, അല്ലെ? സ്റ്റോർഡ് എമൗണ്ട് ഓഫ് എനർജി പെർ യൂണിറ്റ് വോളിയം. അതിന്റെ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇക്വേഷൻ ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു എപ്സിലോൺ സീറോ ഇൻറ്റു ഇ സ്ക്വയർ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. ഹാഫ് എപ്സിലോൺ സീറോ ഇൻറ്റു ഇ സ്ക്വയർ, ദാറ്റ് ഈസ് ദി എനർജി ഡെൻസിറ്റി. എന്താണ് എനർജി ഡെൻസിറ്റി? സാന്ദ്രത. എന്താ? അതായത് എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം. വെരി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ്.
ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ദി എനർജി സ്റ്റോർഡ് ഇൻ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ അല്ലെ. അപ്പൊ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത എനർജിയുടെ ഡെറിവേഷനും വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ എന്ന് പറയുമ്പോൾ അറിയാം നമുക്ക് എന്താ, അതായത് നമുക്കറിയാം Q ഇസ് ഈക്വൽ ടു എന്താണ്, Q ഇസ് ഈക്വൽ ടു സി വി എന്ന് അറിയാലോ. അപ്പൊ V എന്ന് പറഞ്ഞാൽ എന്താ, V ഇസ് ഈക്വൽ ടു Q ബൈ സി അല്ലെ. എന്താണ് V എന്ന് പറഞ്ഞാൽ, V ഇസ് ഈക്വൽ Q ബൈ സി. പിന്നെ നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താ, വാട്ട് ഈസ് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ എന്താ പറയാ, ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് എന്ന് പറയാം അല്ലെ. ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ്. അങ്ങനെയാണെങ്കിൽ W എന്താടാ, W എന്ന് പറഞ്ഞാല് Q ഇൻറ്റു V ആണ് അല്ലെ. എന്താണ് Q ഇൻറ്റു V. അങ്ങനെ DW എന്താ, ഇസ് ഈക്വൽ ടു ഡി ക്യൂ ഇൻറ്റു വി. എന്താണ്, ഡി ക്യൂ ഇൻറ്റു വി. ഇനി വി എന്താ, നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട് Q ബൈ സി. അപ്പൊ ഡി ഡബ്ല്യു എന്ന് എന്താ എഴുതാം, ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു Q ബൈ സി ഇൻറ്റു ഡി ക്യൂ അല്ലെ. അപ്പൊ ഇതെന്താ, ഇവിടെ എന്താ ഡിഫറൻഷിയേറ്റ് ചെയ്യണല്ലേ, എന്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്, ദാറ്റ് ഈസ് Q ഡി ക്യൂന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ എന്താവും, Q സ്ക്വയർ ബൈ 2 ആവും അല്ലെ. അപ്പൊ വാല്യൂ എന്ത് കിട്ടും, ദാറ്റ് ഈസ് വർക്ക് ഇസ് ഈക്വൽ ടു Q സ്ക്വയർ ബൈ 2 സി. ഈ വർക്ക് തന്നെയാണ് എന്തായിട്ട് സ്റ്റോർ ചെയ്യണം, ദിസ് വർക്ക് ഈസ് ബീങ് സ്റ്റോർഡ് ആസ് ദി പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, വർക്ക് ഇസ് ഈക്വൽ ടു Q സ്ക്വയർ ബൈ 2 സി എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതല്ലാതെ അഡീഷണൽ രണ്ട് ഇക്വേഷൻസ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, രണ്ട് ഇക്വേഷൻസ് ദാറ്റ് ഈസ് U ഇസ് ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ അല്ലെ. റീഅറേഞ്ച് ചെയ്താൽ വരുന്ന ഇക്വേഷൻ ആണ് ഹാഫ് സി വി സ്ക്വയറും അതുപോലെ തന്നെ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു Q. ഇവിടുന്ന് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ വരാവുന്ന പോസിബിലിറ്റി എന്താ, ദാറ്റ് ഈസ് ഇഫ് വി ആർ ഗിവൺ എ ക്യൂ വി ഗ്രാഫ് അല്ലെ. ക്യൂ വി ഗ്രാഫ് എന്നൊരു സ്ലോപ്പ് തന്നാൽ എങ്ങനെയാ വി ഹാവ് ടു ഫൈൻഡ് ദി പൊട്ടൻഷ്യൽ എനർജി അല്ലെ. നമുക്ക് ഇവിടുന്ന് സ്റ്റോർ ചെയ്ത എനർജി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യേണ്ടത്, ദ സ്റ്റോർഡ് എനർജി അല്ലെ, ദ സ്റ്റോർഡ് എനർജി ഇസ് ദി ഏരിയ അണ്ടർ ദി ഗ്രാഫ് അല്ലെ. ഏരിയ അണ്ടർ ദി ഗ്രാഫ് ചെയ്താൽ എന്ത് കിട്ടും, വി വിൽ ഒബ്റ്റെയിൻ ദി പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ്. റെഡി ആണല്ലോ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വിട്ടുപോയി. എന്താ, ഏരിയ തന്നിട്ടില്ല, ഏരിയ ഓഫ് ദ പ്ലേറ്റ്സ് എന്താ, പോയിന്റ് ഏരിയ എത്ര തന്നുള്ളൂ, വി ഹാവ് ടു ഫൈൻഡ് ദി ഏരിയ. നമുക്ക് തന്നത് എന്താ, അതായത് കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സെപ്പറേഷൻ തന്നിട്ടില്ല. ഏരിയ കണ്ടെത്താൻ സിമ്പിൾ ആണ്. ഇക്വേഷൻ ഫോർ കപ്പാസിറ്റൻസ് എന്താ, ദാറ്റ് ഈസ് സി ഈസ് ഈക്വൽ ടു പറഞ്ഞ എന്താ, ദാറ്റ് ഈസ് സി ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താ, എപ്സിലോൺ 0 എ ബൈ ഡി അല്ലെ. ഇതിൽ എന്താ നമുക്ക് കണ്ടെത്തേണ്ടത്, ഏരിയ ആണ് കണ്ടെത്തേണ്ടത്. ബാക്കിയൊക്കെ തന്നിട്ടുണ്ടോ, തന്നിട്ടുണ്ടല്ലോ, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം അല്ലെ. കപ്പാസിറ്റൻസിന്റെ വാല്യൂ തന്നിട്ട് ഡി തന്നത്, എപ്സിലോൺ 0 തന്നിട്ട്. എയുടെ ഇക്വേഷൻ എന്താ എഴുതാം, എ ഈസ് ഈക്വൽ ടു സി ഡി ബൈ എപ്സിലോൺ 0 അല്ലെ. എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ 8.85 ഇൻറ്റു 10⁻12. ബാക്കി രണ്ട് വാല്യൂസും തന്നിട്ടില്ല. മൈക്രോ ഫാരഡ്, മൈക്രോ എന്ന് പറഞ്ഞാൽ എന്താ, 10⁻6. റെഡി അല്ലേ. ഓക്കെ, മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ, മില്ലി എന്ന് പറഞ്ഞാൽ 10⁻3. സോൾവ് ചെയ്താൽ എന്ത് കിട്ടും, ഏരിയ 1.13 ഇൻറ്റു 1.13 മീറ്റർ സ്ക്വയർ. അപ്പൊ യൂണിറ്റ് എഴുതാൻ മറക്കരുത്, അങ്ങനെയൊക്കെ എന്ത് ചെയ്യരുത്, മാർക്ക് ഇഷ്ടപ്പെടുത്തരുത്. ഓക്കെ ആണല്ലോ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനോട്ട് പോകാം. റെഡി. A capacitor is an electronic compound having two conductors separated by an insulator. ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. ഓക്കെ, an insulated capacitor with air അല്ലെ. ആദ്യത്തെ കേസ് എന്താ, ആദ്യത്തെ കേസിൽ എയർ ആണല്ലേ, ഡൈഇലക്ട്രിക് മീഡിയം ഒന്നുമില്ല, നമുക്ക് പ്ലേസ് ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ എയർ. അപ്പൊ V0 Q0. ഇനി വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ് ഈസ്, എന്ത് ചെയ്തു, ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് ഓയിൽ അല്ലെ. ഓയിൽ എന്ന് പറഞ്ഞ ഒരു മീഡിയം അതിന്റെ ഇടയിൽ പ്ലേസ് ചെയ്തു അല്ലെ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആയി, അതുപോലെ തന്നെ ചാർജ് Q ആയി. അപ്പൊ എന്താ അവിടുത്തെ ഡിഫറൻസ് എന്നാണ്. ഓക്കെ, നമുക്കറിയാം എന്താ വെച്ചാൽ കപ്പാസിറ്റൻസിന്റെ വാല്യൂ നമുക്കറിയാം അല്ലെ. കപ്പാസിറ്റൻസ് സി ഡാഷ് ഇസ് ഈക്വൽ ടു ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഇൻറ്റു സി. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താ, കപ്പാസിറ്റൻസ് കൂടും അല്ലെ. എന്ത് കൂടണം, കപ്പാസിറ്റൻസ് കൂടും. ചാർജ് കൂടും ഇല്ല, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്താണ്. ചാർജ് എന്താണ്, ചാർജ് കോൺസ്റ്റന്റ് ആയി നിൽക്കും. റെഡി ആണല്ലോ, ചാർജ് എന്തായി നിൽക്കണം, കോൺസ്റ്റന്റ് ആയി നിൽക്കും. റെഡി ആണല്ലോ, ഡൗട്ട് ഇല്ല. ഓക്കെ, ഇപ്പോ Q is equal to CV എന്നാണ് ഇക്വേഷൻ അല്ലെ. Q is equal to എന്താണ്, CV. അങ്ങനെയാണെങ്കിൽ ചാർജ് കോൺസ്റ്റന്റ് ആണല്ലേ, എന്താണ്, ചാർജ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ C കൂടിയാൽ എന്ത് കുറയും, പൊട്ടൻഷ്യൽ കുറയണം. അപ്പൊ ഈ കേസിൽ രണ്ടാമത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ആരേക്കാൾ കുറവാണ്, ആദ്യത്തെ പൊട്ടൻഷ്യലിനേക്കാൾ കുറവായിട്ടുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടുക. റെഡിയാണല്ലോ. ഓക്കെ, അപ്പൊ അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ത്രീ കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ടു 12 വോൾട്ട് ബാറ്ററി. ഇപ്പൊ ഇതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മൂന്ന് കപ്പാസിറ്റൻസിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 മൈക്രോ ഫാരഡ്, 4 മൈക്രോ ഫാരഡ് ആൻഡ് 3 മൈക്രോ ഫാരഡ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ഇഫക്റ്റീവ് കപ്പാസിറ്റി. അപ്പൊ ഈ എക്സാമിന് അല്ലെ, അതായത് ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ പോകുന്ന ഒരു പ്രോബ്ലി ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഡെറിവേഷൻ പഠിക്കണം മക്കളെ. എന്തിന്റെ ഡെറിവേഷൻ, അതായത് കപ്പാസിറ്റൻസ് ഇഫക്റ്റീവിന്റെ സീരീസ് കോമ്പിനേഷനിലും പാരലൽ കോമ്പിനേഷനിലും വരുന്ന ഡെറിവേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നോക്കാം, ഇതെന്താ ഇവിടെ തന്നിട്ടുള്ളത്, ഒരു പാരലൽ കോമ്പിനേഷൻ ആണ്. പാരലൽ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ആഡ് ചെയ്താൽ മതി അല്ലെ. സി പാരലൽ ഇസ് ഈക്വൽ ടു C1 പ്ലസ് C2. ഇനി സി സീരീസ് ആണെങ്കിലോ, സി സീരീസ് ഇസ് ഈക്വൽ ടു 1/C സീരീസ് ആണ് എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 അല്ലെ. നമ്മൾ റെസിസ്റ്റേഴ്സ് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് ചെയ്യുക, ഇവിടെ വരിക. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള സാധനം. ഓക്കെ, റെഡി. വാട്ട് ഈസ് ഇഫക്റ്റീവ് കോമ്പിനേഷൻ എന്ന് വെച്ചാൽ, ഇഫക്റ്റീവ് കോമ്പിനേഷൻ ആദ്യം എന്ത് കിട്ടും, 6 കിട്ടും അല്ലെ. ഇവിടെ ടോട്ടൽ
ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് എന്ത് കിട്ടും? 6 മൈക്രോ ഫാരഡ് കിട്ടും. ഇനി 6 മൈക്രോ ഫാരഡും 3 മൈക്രോ ഫാരഡും കൂടി ഇഫക്റ്റീവ് വാല്യൂ എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 മൈക്രോ ഫാരഡ് എന്ന് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ? റെഡി. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് 2 മൈക്രോ ഫാരഡ്? നമ്മളോട് ചോദ്യം എന്താണെന്ന് വെച്ചാൽ 2 മൈക്രോ ഫാരഡ് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ആണ്. അപ്പോൾ ഒരു കൺസെപ്റ്റ് പറഞ്ഞത് നോക്കിക്കോ. അതായത് സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ എന്താണ്? സീരീസ് കോമ്പിനേഷൻ ഫോർ എക്സാമ്പിൾ 2 കപ്പാസിറ്റർ സീരീസ് കോമ്പിനേഷൻ C1 ആണ് C2 ആണ് അല്ലേ? ഇതിലൂടെ പോണ എന്താണ് കോൺസ്റ്റന്റ്? ചാർജ് കോൺസ്റ്റന്റ് ആണ്. പക്ഷെ എന്ത് ഡിഫറൻസ് ഉണ്ട്? പൊട്ടൻഷ്യൽ V1 ആണ്, പൊട്ടൻഷ്യൽ V2 ആണ് അല്ലേ? ഇതാണ് എന്ത് കോമ്പിനേഷൻ മക്കളെ? ഇതാണ് സീരീസ് കോമ്പിനേഷൻ. ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ. നമുക്കറിയാം പൊട്ടൻഷ്യൽ ഇവിടെ ഡിഫറന്റ് ഉണ്ട് അല്ലേ? നമുക്ക് എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട റിലേഷൻ ഇതാണ് Q ഇസ് ഈക്വൽ ടു സി വി എന്ന് ആലോചിക്കാം. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോടാ? Q ഇസ് ഈക്വൽ ടു സി വി. അങ്ങനെ നമുക്ക് എന്ത് എഴുതാം? നമ്മൾ പൊട്ടൻഷ്യൽ ഒന്നിന്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ആണ് ചോദിച്ചുള്ളത് അല്ലേ? ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടത് ഇവിടുത്തെ പൊട്ടൻഷ്യലാ ഇവിടുത്തെ അല്ലേ 2 മൈക്രോ ഫാരഡ്. അപ്പൊ ഞാൻ കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ V2 കണ്ടുപിടിക്കും. എന്നിട്ട് V1 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 12ൽ നിന്ന് V സബ്ട്രാക്ട് ചെയ്യും. പ്രശ്നമില്ലല്ലോ? ഓക്കെ ആണല്ലോ? ഞാൻ V2 എന്ന് പറഞ്ഞാൽ എന്താ? V is equal to ഇക്വേഷൻ എന്ത് എഴുതാം? V is equal to Q by C. ഇവിടെ Q എന്താണ്? കോൺസ്റ്റന്റ് ആണ് അല്ലേ? അപ്പൊ Q by C2 ആണ് ആര്? V2 അല്ലെ? Q by C2 ആണ് V2. അത് ചെയ്താൽ എന്ത് കിട്ടി? 8 വോൾട്ട് കിട്ടി. അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 12 വോൾട്ട് ഉള്ളതിൽ എന്താടാ? ഇവിടെ 12 വോൾട്ട് ഉള്ളതിൽ 8 വോൾട്ട് എവിടെ പോയി? സെക്കൻഡ് പൊട്ടൻഷ്യൽ ഡ്രോപ്പിലെ സെക്കൻഡ് കപ്പാസിറ്ററിന്റെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആണ് എന്ത്? 8 വോൾട്ട് അല്ലെ? സെക്കൻഡ് ഇതിലെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എത്രയാണ്? 8 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഇവിടെ എത്ര ആയിരിക്കും? 4 വോൾട്ട്. ഓക്കെ, ആൻസർ എന്ത് വരും? 4 വോൾട്ട് എന്നുള്ള ആൻസർ വരും. ഓക്കെ, റെഡി ആണല്ലോ? ഓക്കെ ആണല്ലോ? സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? നമുക്കിത് സോൾവ് ചെയ്തെടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് എ സർഫസ് വിത്ത് കോൺസ്റ്റന്റ് വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ ഓൾ ഓവർ സർഫസ്. അപ്പൊ നിങ്ങളോട് ചോദിക്കാം വാട്ട് ഈസ് എൻ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ്? അതുപോലെ തന്നെ ഇക്യു പൊട്ടൻഷ്യൽ സർഫസിന്റെ ഇക്യു പൊട്ടൻഷ്യൽ സർഫസിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ എന്താണ്? വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, വാട്ട് ഈസ് ദി എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ മൂവിംഗ് 2 മൈക്രോകൂളം ചാർജ് ബിറ്റ്വീൻ 0.3 സെന്റിമീറ്റർ അപ്പാർട്ട് ഓൺ എൻ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ്? ഞാൻ പറഞ്ഞെടുത്തോളെ. അതായത് എന്താ? ഇക്യു പൊട്ടൻഷ്യൽ സർഫസിന് അക്രോസ് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്താലും വർക്ക് ഈസ് ഈക്വൽ ടു എന്താണ്? 0 ആണ് അല്ലെ? അപ്പൊ ആൻസർ എന്ത് വരിക? ആൻസർ വിൽ ബി ഈക്വൽ ടു 0. റെഡി? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 capacitors are connected as shown in the figure. Okay, if the combination equivalent capacitance is equal to 4 മൈക്രോഫാരഡ് ആണെങ്കിൽ C എന്താണ്? അതായത് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ? അതായത് നോക്കിയാൽ ഈ ഡയഗ്രം നോക്കിയാലോ, ഇവിടെ 20 മൈക്രോഫാരഡും ഉണ്ട്, നമുക്ക് അറിയാത്തൊരു C ഉണ്ട് അല്ലെ? അവർ പറഞ്ഞു ഇവിടുത്തെ ടോട്ടൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? 4 മൈക്രോഫാരഡ് ആണ്. അങ്ങനെയാണെങ്കിൽ സിയുടെ വാല്യൂ എന്തായിരിക്കും? നമുക്ക് അറിഞ്ഞൂടെ? രണ്ട് സീരീസ് കോമ്പിനേഷൻ വന്നാൽ എന്താ ഇക്വേഷൻ? എന്താ? C1 into C2 by C1 plus C2 ആണ് എന്ത്? C സീരീസ് എന്ന് പറഞ്ഞിട്ട് അല്ലെ? C സീരീസിന്റെ ഇക്വേഷൻ ആണെന്ത്? C1 into C2 by C1 plus C2. അതിൽ നിന്ന് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടിയടാ? സിന്റെ ഇക്വേഷൻ എന്താ കിട്ടി? ദാറ്റ് ഈസ് ഈക്വൽ ടു 5 മൈക്രോഫാരഡ് ആണ് കിട്ടി അല്ലെ? 5 മൈക്രോഫാരഡും 20 മൈക്രോഫാരഡും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുക? അതുപോലെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതായത് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? C is equal to C series is equal to എത്ര കിട്ടുക? 4 മൈക്രോഫാരഡ് കിട്ടുക. ഓക്കെ, കാൽക്കുലേറ്റ് ദി ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ. ഇപ്പൊ നേരത്തെ കേസ് പോലെ തന്നെ ചാർജ് കണ്ടുപിടിക്കണം അല്ലെ? ഓരോ കപ്പാസിറ്ററിലുള്ള ചാർജ്. ഇത് ആക്ച്വലി എന്താണ് ഇവിടെ ഈ കേസിൽ നോക്കിയത്? അത് സീരീസ് കോമ്പിനേഷൻ അല്ലേ? എന്താണ് കോമ്പിനേഷൻ? ഏതാണ്? സീരീസ് കോമ്പിനേഷൻ. പറഞ്ഞടാ, സീരീസ് കോമ്പിനേഷനിൽ ചാർജ് എങ്ങനെയാ? കോൺസ്റ്റന്റ് ആണല്ലേ? ചാർജ് എന്താ? കാരണം ഇതിൽ കൂടെ പോണ അതേ ചാർജ് തന്നെയാണ് ഇതിൽ കൂടെയും പോവാ. ഡൗട്ട് ഇല്ലല്ലോ? അങ്ങനെ നമുക്ക് എന്ത് എഴുതാം? Q is equal to C effective into voltage. C effective എത്ര ഇവിടെ? C effective is equal to 4 microfarad into voltage എത്ര? 12. That is equal to എത്ര? 12 into 4 48 മൈക്രോഫാരഡ്. എന്ത്? 48 മൈക്രോഫാരഡ് ആണ് എന്ത്? ചാർജ് അല്ലേ ചോദിച്ചത്? അപ്പൊ എത്ര വരും? മൈക്രോഫാരഡ് അല്ല, മൈക്രോ കുളൂംസിലല്ലേ ചാർജ് എഴുതണ്ടേ അല്ലെ? ദാറ്റ് ഈസ് മൈക്രോ കുളൂംസ് ആണ് എന്ത് വരിക? ചാർജ് വരിക. റെഡി ആണല്ലോ? റെഡി ആണല്ലോ? ഓക്കെ, നമ്മളോട് പറഞ്ഞു അല്ലെ? എന്താണ് ഇവിടെ ചാർജ് മൈക്രോ കുളൂംസിലാണ് എഴുതേണ്ടത്. അവർ എഴുതിയത് തെറ്റിയതാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം എന്താ? വാട്ട് ഈസ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ അല്ലെ? നേരത്തെ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എന്താ? പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക? പൊട്ടൻഷ്യൽ ഡ്രോപ്പ് V1 is equal to എന്താ? Q by C1 ആൻഡ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് V2 is equal to എന്താ? Q by C2. അല്ലെങ്കിൽ ഒന്ന് കണ്ടെത്തിയിട്ട് ടോട്ടലിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. റെഡി ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് V2 കണ്ടുപിടിക്കാം അല്ലെ? V2 എങ്ങനെ കണ്ടുപിടിക്കുക? ചാർജ് എത്രയെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്? 48 into 10⁻⁻6 coulombs by കപ്പാസിറ്റൻസ്. അവിടുത്തെ കപ്പാസിറ്റൻസ് എന്താ? 5 into 10⁻⁻6 ഫാരഡ്. 10⁻⁻6 കട്ട് ചെയ്താൽ what is equal to എത്ര വരും? 9.6 വോൾട്ടേജ് എന്ന് വരും. അപ്പൊ V2 ആണ് 9.6. അപ്പൊ V1 എന്തായിരിക്കും?
V1 is equal to totally 12 volt എന്നുണ്ട് minus 9.6 that is equal to 2.4 voltage എന്ന് വരും. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം കണ്ടെത്താം, പ്രശ്നമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. ടു മെറ്റാലിക് സ്ഫിയേഴ്സ് ഓഫ് സെയിം റേഡിയസ്, വൺ ഹോളോ ആൻഡ് വൺ സോളിഡ്, വിച്ച് വിൽ ബി ക്യാരിങ് മോർ ചാർജ്. രണ്ടിലും ഹോൾഡ് ചെയ്യുന്ന ചാർജിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് എന്തായിരിക്കും മക്കളെ, അത് സെയിം ആയിരിക്കും. ഓക്കെ, കപ്പാസിറ്റൻസിന്റെ വാല്യൂ എന്തായിരിക്കും, സെയിം ആയിരിക്കും. റെഡി ആണല്ലോ, ഓക്കെ ആണല്ലോ, പ്രശ്നമില്ല. നമ്മളിവിടെ ചെയ്ത കാൽക്കുലേഷൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് 2017 സേ ക്വസ്റ്റൻ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്താ, യു ആർ ഗിവൺ ടു കപ്പാസിറ്റർ C1 and C2, ഡിറൈവ് ദ എക്സ്പ്രഷൻ, ഡിറൈവ് ആൻഡ് എക്സ്പ്രസ് ഫോർ ദി ഇക്വലന്റ് കപ്പാസിറ്റൻസ് ഇൻ സീരീസ് കോമ്പിനേഷൻ ആൻഡ് പാരലൽ കോമ്പിനേഷൻ. സോ വൺ ഓഫ് ദി വെരി റിപ്പീറ്റേറ്റീവ് മോഡിൽ വരുന്ന ഒരു ക്വസ്റ്റൻ ആണത്. സീരീസ് കോമ്പിനേഷനിലും പാരലൽ കോമ്പിനേഷനിലും എന്താ ഡിഫറൻസ് ഉള്ളത്, ഓക്കെ നോക്കാം. അതായത് അതിന്റെ ഡെറിവേഷൻ കണ്ടെത്താനും. ഓക്കെ, നമുക്ക് നോക്കാം. പറഞ്ഞ കാര്യം എന്താ, സീരീസ് കോമ്പിനേഷനിൽ എന്താ ആലോചിക്കേണ്ട മക്കളെ, സീരീസ് കോമ്പിനേഷനിൽ ചാർജ് സെയിം ആണ്. എന്ത് സെയിം ആണ്, ചാർജ് സെയിം ആണ്. പക്ഷെ എന്താണ് ആഡ് ആവുക, പൊട്ടൻഷ്യൽ ഇതാണ് ആഡ് ആവുക. റെഡി ആണല്ലോ, ഓക്കെ. ഇപ്പൊ നമ്മുടെ ബേസിക് ഇക്വേഷൻ എന്താ, Q is equal to CV. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. റെഡി ആണല്ലോ, ഓക്കെ. ഇവിടെ എന്താണ് ആഡ് ചെയ്യേണ്ടത്, ടോട്ടൽ പൊട്ടൻഷ്യൽ is equal to ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽ. അപ്പൊ V എന്ന് പറഞ്ഞാൽ എന്താ ഫോം വരിക, V is equal to Q by C ആണ്. Q എന്താണ് ഇവിടെ, Q എന്ന് പറഞ്ഞാൽ സെയിം ആണ്, അല്ലെങ്കിൽ എന്താണ് ഐഡന്റിക്കൽ ആണ്. സെയിം അല്ല ഐഡന്റിക്കൽ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു Q അല്ലെ, V is equal to Q by C effective. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാം, Q by C effective is equal to Q1 by Q1 എഴുതണം, വേണ്ട, എന്താണ് Q എന്ന് മാത്രം എഴുതിയാൽ മതി അല്ലെ. അപ്പൊ നമ്മൾ എന്ത് എഴുതും, ദാറ്റ് ഈസ് Q by C1 പ്ലസ് Q by C2. ഇപ്പൊ എന്താ, Q കട്ട് ചെയ്താൽ ഫോർമാറ്റ് ആയി. എന്താ, 1 by C effective is equal to 1 by C1 plus 1 by C2. റെഡി ആണല്ലോ. ഇനി ഇൻഡിവിജ്വലി പൊട്ടൻഷ്യൽസ് ചില ക്വസ്റ്റ്യൻ ഇല്ല, നേരത്തെ സോൾവ് ചെയ്ത ക്വസ്റ്റ്യനിലൊക്കെ ഇൻഡിവിജ്വലി പൊട്ടൻഷ്യൽ വെച്ചാൽ എന്ത് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് ഇൻഡിവിജ്വലി പൊട്ടൻഷ്യൽ വെച്ചാൽ V1 is equal to Q by C1, അതുപോലെ V2 is equal to Q by C2. ഇങ്ങനെ ചെയ്താൽ പൊട്ടൻഷ്യൽ അക്രോസ് ഈച്ച് കപ്പാസിറ്റർ എന്നുള്ള ചോദ്യം കൂടെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ് എന്താ, നെക്സ്റ്റ് കേസിൽ എന്താണ്, രണ്ട് രീതിയിൽ സ്പ്ലിറ്റ് ആയി പോകും ചാർജ് അല്ലെ. Q1 വരും Q2, പക്ഷെ എന്ത് സെയിം ആണ് മക്കളെ, പൊട്ടൻഷ്യൽ സെയിം. ഇപ്പൊ ഇവിടെ ചാർജ് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് അല്ലെ. Q is equal to Q1 plus Q2 ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, C into V is equal to C1V plus C2V അല്ലെ. C parallel V is equal to C1V plus C2V എന്ന് എഴുതാം. ദാറ്റ് ഈസ് V കട്ട് ചെയ്താൽ എന്ത് കിട്ടും, C parallel is equal to C1 plus C2 ആണ് അതിന്റെ ഫോർമുല വരുന്നത്. റെഡി ആണല്ലോ, സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ചോദിക്കാവുന്ന ചോദ്യമാണല്ലേ, എന്താണ് ചാർജ് എന്നുള്ളത് അല്ലെ. ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതേണ്ടത്, ദാറ്റ് ഈസ് ഈക്വൽ ടു C1 into V. അപ്പൊ ചാർജ് ഓൺ സെക്കൻഡ് എന്താ, ദാറ്റ് ഈസ് ഈക്വൽ ടു C2 into V. റെഡി ആണല്ലോ. അപ്പൊ ഇതും നമ്മളോട് എന്ത് ചെയ്യാറുണ്ട്, നേരത്തെ നമ്മളോട് ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽ ചോദിച്ച പോലെ തന്നെ നമ്മളോട് ഇവിടെ എന്ത് ചോദിക്കാറുണ്ടോ, ഇവിടെ നമ്മളോട് ഇൻഡിവിജ്വൽ ചാർജ് ചോദിക്കാറുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ഒന്നും എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്താണല്ലോ. ഓക്കെ, ഇനി ഓക്കെ റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, വേരിയേഷൻ ഓഫ് ചാർജ് ആൻഡ് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഏരിയ എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണല്ലേ. എന്താ, എനർജി സ്റ്റോർഡിന്റെ അവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഹാഫ് ഇൻറ്റു QV. ഇപ്പൊ ഹാഫ് ഇൻറ്റു QV എന്താ, എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റി, ദാറ്റ് മീൻസ് ദി ഏരിയ കവറിംഗ് അണ്ടർ ദിസ് ഗ്രാഫ്. ഓക്കെ, ദിസ് ഇസ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. A dielectric slab is placed between the parallel plate capacitor. ഒരു സ്ലാബ്, ഡൈഇലക്ട്രിക് സ്ലാബ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഡൈഇലക്ട്രിക് മീഡിയം ആണ്. കപ്പാസിറ്റൻസ് C dash is equal to K into CL. അതായത് കപ്പാസിറ്റൻസ് എന്ത് ചെയ്യും, കൂടും അല്ലെ, കപ്പാസിറ്റൻസ് വിൽ ഇൻക്രീസ്. Next question. In the next question, a capacitor is a device which can store electrostatic energy between the plates. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. Write an expression for the energy in terms of Q and C. നമുക്ക് derive ചെയ്താണ് എന്താ, energy is equal to Q square by 2C. Ready? Two capacitors are connected in series and parallel. Expression കണ്ടെത്താൻ അല്ലെ, derivation സീരീസിന്റെ പാരലൽ കോമ്പിനേഷന്റെ ഡെറിവേഷൻ പഠിക്കാൻ നിങ്ങൾ പോവരുത് അല്ലെ, അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ, ഒപ്റ്റിൻ എക്സ്പ്രഷൻ ഫോർ ദ കപ്പാസിറ്റി പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, അതും ഒരു ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ. എന്താ, ഈ ഇക്വേഷൻ ഏതാ, C is equal to epsilon 0 A by D എന്ന് വരുന്ന ഇക്വേഷൻ എന്ത് ചെയ്യണം, ഡിറൈവ് ചെയ്യാൻ പഠിക്കണം. സിമ്പിൾ ആണല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് എത്തേണ്ടത് എന്താ, C is equal to Q by V അല്ലെ. C is equal to Q by V. ഇനി നമുക്ക് എന്താ അറിയാം, സർഫസ് ചാർജ് ഡെൻസിറ്റി is equal to എന്താണ് Q by A. അങ്ങനെയാണെങ്കിൽ Qന് പകരം സിഗ്മ എന്ന് എഴുതിക്കൂടെ. നമ്മൾ Qന് പകരം എന്ത് എഴുതി, Q പകരം സിഗ്മ എന്ന് എഴുതി. റെഡി. ഇനി താഴെ ആരുണ്ട്, V ഉണ്ട് അല്ലെ. എന്താ V എന്ന് പറഞ്ഞാല്, V is equal to electric field into distance ആണല്ലേ. എന്താ ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ പാരലൽ പ്ലേറ്റ്സ് എന്താ, സിഗ്മ ബൈ 2 എപ്സിലോൺ 0 പ്ലസ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0. അത് എന്ത് വരും, സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി എന്ന് വരും അല്ലെ. അതാണ് സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി എന്ന് വരും. റെഡി.
അപ്പൊ എന്താ സിഗ്മ ബൈ എപ്സിലോൺ സീറോ ഇൻറ്റു ഡി സിഗ്മ എ. അപ്പൊ എന്താ സിഗ്മ സിഗ്മ ക്യാൻസൽ ചെയ്ത് എപ്സിലോൺ സീറോ മേലേക്ക് വരും. അപ്പൊ എന്താ ഇറ്റ് ഈസ് ഈക്വൽ സി ഈസ് ഈക്വൽ ടു എന്ത് വരും ഇക്വേഷൻ ഇറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ എ ബൈ ഡി. ഓക്കെ, നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷൻ. ഈ PDF എന്ത് ചെയ്യാം, നമുക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത്. ഓക്കെ, നെക്സ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് നോർമൽ ടു ദിസ് ചാർജ് സർഫസ് കണ്ടക്ടർ. അപ്പൊ അത് ജസ്റ്റിഫൈ ചെയ്യാൻ നമ്മൾ സെന്റൻസ് പറഞ്ഞല്ലോ അല്ലെ. സെന്റൻസ് ജസ്റ്റിഫൈ എന്താ, ഈ ചാർജ് കണ്ടക്ടർ ഈസ് എൻ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ആണ് അല്ലെ. ഒരു ചാർജിനുണ്ടെങ്കിൽ, അതായത് ഒരു ചാർജ്ഡ് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തിന്റെ എക്സാമ്പിൾ ആണ്, ഒരു ഇക്യു പൊട്ടൻഷ്യൽ സർഫസിന്റെ എക്സാമ്പിൾ ആണ്. നമ്മൾ പറഞ്ഞല്ലേ പ്രോപ്പർട്ടീസ് ഓഫ് ഇക്യു പൊട്ടൻഷ്യൽ സർഫസിൽ പറഞ്ഞെന്താ, ഓൾവേസ് ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി അനോർമൽ ടു ദി ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് എന്നുള്ള പ്രോപ്പർട്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, the value of electric potential at a point is equal to 10 volt. അല്ലെ, പൊട്ടൻഷ്യലിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. Find the value of intensity find the value of intensity of electric field and potential at a point interior. അപ്പൊ നമുക്ക് ആകെ തന്നിട്ടുള്ളത് എന്താ, പൊട്ടൻഷ്യലിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും എന്താണ്, അത് സിമ്പിൾ ആണ് അല്ലെ. ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, ഇപ്പോൾ എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻസൈഡ് ദ ഇൻഡക്ടർ. ദ വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് എന്താണ്, സീറോ ആണ് അല്ലെ. ഇനി പൊട്ടൻഷ്യൽ എന്താ, പൊട്ടൻഷ്യലിന്റെ കേസ് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് എന്താ, the value of potential is equal to that of the surface inside the this bundle. Okay, next ചോദിച്ചുള്ള എന്താ, 2 microfarad 3 microfarad 4 microfarad are connected in series. അപ്പൊ അവരെന്ത് ചെയ്തിട്ടുണ്ട്, സീരീസ് കോമ്പിനേഷനിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഫൈൻഡ് ദി ഈക്വലന്റ് കപ്പാസിറ്റൻസ്. സീരീസിൽ കോമ്പിനേഷൻ വെച്ചാൽ അല്ലെ. അപ്പൊ ഇവിടെ ആക്ച്വലി ഇവിടെ സോൾവ് ചെയ്തുള്ളത് പാരലലിലാണ് കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ ലെറ്റസ് മേക്ക് ഇറ്റ് ടു ഇത് എന്ത് ചെയ്യുക, പാരലൽ എന്നുണ്ട് സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതിൽ സൊല്യൂഷൻ തന്നുള്ളത് എന്താണ്, ദാറ്റ് ഈസ് ഇവിടെ സി പാരലൽ ആണ്, എന്ത് C1 + C2 + C3. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, the plates of a parallel plate capacitor ഏരിയ തന്നിട്ടുണ്ട് 20 cm². ആൻഡ് പിന്നെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലെ, ഏരിയ തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. കപ്പാസിറ്റി ചാർജ് ബൈ വോൾട്ടേജ് തന്നിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട്. ഹൗ മച്ച് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി സ്റ്റോർഡ് അല്ലെ. എനർജി സ്റ്റോർഡിന്റെ ഇക്വേഷൻ എന്താ, സ്റ്റോർഡ് ഈസ് ഈക്വൽ ടു പറഞ്ഞോ, എനർജി സ്റ്റോർഡിന്റെ ഇക്വേഷൻ ഹാഫ് CV² ആണ് അല്ലെ. അപ്പൊ നമുക്ക് V തന്നിട്ടുണ്ട്, C തന്നില്ല. C കണ്ടെത്താൻ നമുക്ക് വേറെ ഡാറ്റ തന്നിട്ടുണ്ട്, എന്താ, എപ്സിലോൺ സീറോ A ബൈ ഡി. A തന്നിട്ടുണ്ട്, D തന്നിട്ടുണ്ട്. എപ്സിലോൺ സീറോന്റെ വാല്യൂ എന്താ, 8.85 ഇൻറ്റു 10⁻⁻12. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം C കണ്ടെത്തുക. C കണ്ടെത്തിയിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വാല്യൂ എത്ര കിട്ടും, U is equal to 5.68 ഇൻറ്റു 10⁻⁻7 joules എന്ന് കിട്ടും. റെഡി. ഓക്കെ, ഇൻ 2018 മാർച്ച് ചോദ്യം. കാൽക്കുലേറ്റ് ദി ഇലക്ട്രിക്കൽ കപ്പാസിറ്റൻസ് ഓഫ് ദ റേഡിയസ് ഓഫ് എർത്ത്. നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ എന്താ, C is equal to 4πε0 ഇൻറ്റു R. അപ്പൊ 1/4πε0 എന്ന് പറഞ്ഞ വാല്യൂ എത്ര, ദാറ്റ് ഈസ് 9 ഇൻറ്റു 10⁻⁹. അപ്പൊ 4πε0 എന്ന് പറഞ്ഞാൽ 1/9 ഇൻറ്റു 10⁹ ഇൻറ്റു റേഡിയസ് എത്ര, 6.4 ഇൻറ്റു 10⁶. റെഡി. ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓഫ് എ പോസിറ്റീവ് ചാർജ് തന്നിട്ടുണ്ടല്ലേ. നമുക്കറിയാം എന്താ പൊട്ടൻഷ്യലിന്റെ കേസ്, എന്താ പൊട്ടൻഷ്യലിന്റെ കേസിൽ ഇക്വേഷൻ എന്താ, ഇക്വേഷൻ ഫോർ പൊട്ടൻഷ്യൽ is equal to 1/4πε0 അല്ലെ. എന്താണ് 1/4πε0 ഇൻറ്റു Q/R അല്ലെ. റേഡിയസ് ദൂരം കൂടുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ കുറയില്ലേ. ഈ കേസിൽ VP നോക്കുമ്പോൾ എന്താ, VP is greater for എന്ത്, VQ അല്ലെ. VP is greater than the potential at the VQ. വാട്ട് ഈസ് ദ സൈൻ ഓഫ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് VP - VQ. VP ആണല്ലോ വലുത്, അപ്പൊ വലുതിന് ചെറുത് കുറച്ചാൽ എന്തായിരിക്കും, പോസിറ്റീവ് സൈൻ ആയിരിക്കും. ഓക്കെ, ഗിവ് ദ സൈൻ ഓഫ് ദി വർക്ക് ഡൺ ബൈ ദി ഫീൽഡ് ഇൻ മൂവിങ് എ സ്മോൾ ചാർജ് ഫ്രം Q to P. അപ്പോൾ Qയിൽ നിന്ന് Pയിലേക്ക് കൊണ്ടുവരാനുള്ള വർക്കിന്റെ സൈനാണ് ചോദിച്ചുള്ളത് അല്ലെ. നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെ എടുത്താൽ മതി അല്ലെ. അപ്പോൾ വർക്ക് ഈസ് ഈക്വൽ ടു എന്താ, വർക്ക് ഈസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പൊ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് Qയിൽ നിന്ന് Pയിലേക്കാണ് അല്ലെ. Qയിൽ നിന്ന് Pയിലേക്ക് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് പൊട്ടൻഷ്യൽ കുറഞ്ഞ സ്ഥലത്ത് നിന്നാണ് പൊട്ടൻഷ്യൽ കൂടിയോടത്തേക്ക് വരുന്നത് അല്ലെ. ദാറ്റ് ഈസ് ഡിഫറൻസ് എടുക്കുമ്പോൾ എന്ത് വരും, ദാറ്റ് ഈസ് വി ഹാവ് ദ വർക്ക് വിൽ ബി ടേക്കൺ ആസ് നെഗറ്റീവ്. എന്താ, പൊട്ടൻഷ്യൽ VP ആണ് വലുത് അല്ലെ. അപ്പൊ ഇവിടെ എന്താ, എവിടുന്ന് എവിടേക്ക് എടുക്കണത്, പൊട്ടൻഷ്യൽ കുറഞ്ഞ സ്ഥലത്ത് നിന്ന് അല്ലെ, പൊട്ടൻഷ്യൽ കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടിയ സ്ഥലത്തേക്ക് എടുക്കണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എടുക്കുമ്പോൾ, അതായത് കുറഞ്ഞ വാല്യൂയിൽ നിന്ന് എന്താണ്, കൂടിയ വാല്യൂ കുറക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുക, നമുക്ക് നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുക. അതായത് യു വിൽ ഒബ്റ്റെയിൻ VQ - VP വിൽ ബി ഈക്വൽ ടു നെഗറ്റീവ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാം, വർക്ക് വിൽ ഓൾസോ ബി നെഗറ്റീവ്. ഓക്കെ, വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നിയർ എ ചാർജ്, ഇറ്റ് വിൽ ബി സ്ഫെറിക്കൽ അതായത് സ്ഫിയർ സെന്റേർഡ് അറ്റ് ദി ചാർജ്. അതായത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഓഫ് എ പോയിന്റ് ചാർജിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്തായിരിക്കും, ഇറ്റ് വിൽ ബി spherical with its center occupying the point charge. Okay, next question. 2018 say potential energy of a system is directly proportional to product of charges and inversely proportional to distance between them. അല്ലെ. അപ്പൊ ഈ പൊട്ടൻഷ്യൽ എനർജി ഇങ്ങനെയാണ് നമ്മളോട് എന്ത് ചെയ്യാൻ, പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് അല്ലെ. അത് സിമ്പിൾ ആണ്. അതായത് നമ്മൾ ഇതിന്റെ ഡെറിവേഷൻ തന്നെ പറയുന്നുണ്ട് അല്ലെ.
ഫസ്റ്റ് ചാർജ് കൊണ്ടുവരുമ്പോൾ അവിടെ എന്തിന്റെ ആവശ്യമില്ല, വർക്കിന്റെ ആവശ്യമില്ല, ബിക്കോസ് ദർ ഇസ് നോ അതർ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ്. ഇനി ഇപ്പൊ ഫസ്റ്റത്തെ വർക്ക് എന്തായിരിക്കും, W1 = 0. സെക്കൻഡ് കൊണ്ടുവരുമ്പോൾ അവിടെ ഓൾറെഡി ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ആര് കാരണം, ഫസ്റ്റ് കാരണമുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ടല്ലേ, ആ പൊട്ടൻഷ്യൽ ആരാ, 1/4πε0 Q1/R എന്ന് പറഞ്ഞ പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പൊ പൊട്ടൻഷ്യൽ ഏറ്റാണ് എന്ത്, Q2 മൾട്ടിപ്ലൈ ചെയ്യണം. ടോട്ടൽ വർക്ക് കിട്ടുന്നത് 1/4πε0 Q1 Q2/R. അതിൽ നിന്ന് നമുക്ക് പൊട്ടൻഷ്യൽ എനർജി എന്ത് കിട്ടും, പ്രൊഡക്റ്റ് ഓഫ് ചാർജ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2 പോയിന്റ് ചാർജസ് ഉണ്ട്, 3 × 10⁻⁸ -2 × 10⁻⁸. ഡിസ്റ്റൻസ് സെപ്പറേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഡിസ്റ്റൻസ് സെപ്പറേഷൻ ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോട് ചോദ്യം ഇതാണ്, എന്താ, ദാറ്റ് ഈസ് വി ഹാവ് ടു ഫൈൻഡ് at what point the line joining the charges will have zero potential. പൊട്ടൻഷ്യൽ രണ്ട് വാല്യൂ തമ്മിൽ 0 ആവണം. അപ്പൊ നമ്മൾ സപ്പോസ് ചെയ്യണം എന്തല്ലേ, നമ്മളിവിടെ അസ്യൂം ചെയ്യില്ല, ഇവിടെ ഒരു ചാർജ് ഉണ്ട്, ഇവിടെ ഒരു ചാർജ് ഉണ്ട്. ഓക്കെ, ഈ ചാർജ് സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആണെങ്കിലും പൊട്ടൻഷ്യൽ എന്താണ് മക്കളെ, സ്കേലാർ ആണല്ലേ. അതും ഓർത്ത് വെക്കണം, പൊട്ടൻഷ്യൽ ഈസ് സ്കേലാർ ക്വാണ്ടിറ്റി. അപ്പൊ എന്താ നമുക്ക് മനസ്സിലായത്, ഇവിടെ 3 × 10⁻⁸ ഉണ്ട്, ഇവിടെ എത്ര ഉണ്ട്, -2 × 10⁻⁸ ഉണ്ട്. റെഡി ആണല്ലോ. നമ്മളിവിടെ അസ്യൂം ചെയ്യണം എന്താന്ന് വെച്ചാല്, ഇവിടുന്ന് ഒരു ഇത് ടോട്ടൽ ദൂരം എത്രടാ, ടോട്ടൽ ദൂരം 15 സെന്റിമീറ്റർ ആണ്. ഞാൻ പറയണേ എക്സ് ദൂരം, ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും, 15ൽ നിന്ന് എക്സ് കുറക്കല്ലേ, ബാക്കി 15 - എക്സ് അല്ലെ. നമ്മൾ രണ്ട്, അതായത് ഈ റീജിയനിൽ ആര് കാരണം പൊട്ടൻഷ്യൽ ഉണ്ടാവും, ഈ പോസിറ്റീവ് ചാർജ് പൊട്ടൻഷ്യൽ ഉണ്ടാവും, ഈ നെഗറ്റീവ് കാരണം എന്തുണ്ടാവും, നെഗറ്റീവ് ചാർജ് കാരണം പൊട്ടൻഷ്യൽ ഉണ്ടാവും. പൊട്ടൻഷ്യൽ സ്കേലാർ ആണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ വാല്യൂസ് തമ്മിൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്തിട്ടാണ് അവിടെ എന്ത് വരുന്നത്, 0 വാല്യൂ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് എഴുതുന്നത് വെച്ചാൽ, പൊട്ടൻഷ്യൽ, അതായത് ഇവിടുത്തെ പൊട്ടൻഷ്യൽ V1, അതായത് ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ V1 ഉം ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ V2 ആണെങ്കിൽ നമുക്ക് എഴുതാം V1 + V2 = 0. അല്ലെ, എന്താണ് V1 + V2 = 0. എന്നിട്ട് സോൾവ് ചെയ്യുക അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഭാഗം ഇപ്പുറത്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, x = 9. ദാറ്റ് മീൻസ് എന്താണ്, അതായത് 9 സെന്റിമീറ്റർ ഇവിടെയും 6 സെന്റിമീറ്റർ ഇവിടെയും എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ നോക്കിയാൽ നമുക്ക് പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്തായിട്ട് കിട്ടും, 0 ആയിട്ട് കിട്ടും. റെഡി ആണല്ലോ. ഓക്കെ ആണ്, സിമ്പിൾ ആയിട്ടുള്ള വിഷയം. സെലക്ട് ദ 2 കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെ. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. നമ്മൾ എപ്പോഴും പറയണതാണ് അല്ലെ, ദാറ്റ് ഈസ് അതായത് ഇന്റൻസിറ്റി ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു അല്ലെ, വി ഇസ് ഈക്വൽ ടു ഇ ഡി നമ്മൾ എഴുതാറുണ്ട്. എന്താ, വി ഇസ് ഈക്വൽ ടു ഇ ഡി എന്ന് എഴുതാറുണ്ട്. അതിന്റെ അർത്ഥം എന്താ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കിട്ടിയപ്പോഴാണ് ദാറ്റ് ഈസ് 1/dr ഓഫ് പൊട്ടൻഷ്യൽ. അതെന്താ, ഇറ്റ് ഈസ് നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. അപ്പൊ ഇത് തെറ്റാണ്. എന്താ കാരണം, ഇവിടെ പറഞ്ഞുള്ള നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അങ്ങനെയല്ല, ഇലക്ട്രിക് ഫീൽഡ് ആണ് പൊട്ടൻഷ്യലിന്റെ നെഗറ്റീവ് ഗ്രേഡിയന്റ്. ഇനി നോക്കിയേ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമ്മൾ പറഞ്ഞ പോയിന്റ് അത് സ്കേലാർ ക്വാണ്ടിറ്റി ആണ് ആണെങ്കിൽ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ എന്താ, അത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, അത് എന്ത് ക്വാണ്ടിറ്റിയാ, വെക്ടർ ക്വാണ്ടിറ്റി ആണ്. തിരിച്ചു പറഞ്ഞാൽ അത് റോങ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, 2 കപ്പാസിറ്റേഴ്സ് ഉണ്ട് അല്ലെ. 2 കപ്പാസിറ്റേഴ്സ് C1 ഉം C2 ആണ്. ഓക്കെ, C1 C2 നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. C1 C2 എന്താണെന്ന് വെച്ചാൽ ഒന്ന് C ഉം ഒന്ന് 3C ആണ്. ഓക്കെ, ഇവിടെ C യും രണ്ടാമത്തത് 3C ആണ്. ക്വസ്റ്റ്യന്റെ ഡയഗ്രത്തിൽ എഴുതാൻ വിട്ടത്. ഓക്കെ, ആർ കണക്റ്റഡ് ടു 18 വോൾട്ട് ബാറ്ററി. ഓക്കെ, ഫസ്റ്റ് എന്താ, ഇക്വേഷൻ ഫോർ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ്. ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമ്മൾ എങ്ങനെ കണ്ടെത്തുക, C1 × C2/C1 + C2. എന്താണ്, ദാറ്റ് ഈസ് C1 × C2/C1 + C2. എന്താ, ദാറ്റ് ഈസ് ദി സീരീസ് കോമ്പിനേഷൻ ഫോർ ദി ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ്. റെഡി. ഓക്കെ, നെക്സ്റ്റ് എന്താ ചോദ്യം, ലെറ്റ് ദി കപ്പാസിറ്റൻസ്, നെക്സ്റ്റ് ചോദ്യം, ലെറ്റ് ദി കപ്പാസിറ്റർ ഹാവ് ഐഡന്റിക്കൽ ജോമെട്രി ബട്ട് ദ സ്പേസ് ബിറ്റ്വീൻ ദി കപ്പാസിറ്റർ B ഈസ് ഫിൽഡ് വിത്ത് മീഡിയം ഓഫ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 3. ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് കണ്ടക്ടർ. എന്റെ ചോദ്യം എന്താടാ, അതായത് ഈ കേസിൽ എന്താ ചെയ്തിട്ടുള്ളത്, കപ്പാസിറ്റർ ഐഡന്റിക്കൽ ജോമെട്രി ആണ്, പക്ഷെ സ്പേസ് ബിറ്റ്വീൻ, അതായത് സെക്കൻഡ് കപ്പാസിറ്ററിൽ അല്ലെ, അതായത് സെക്കൻഡ് കപ്പാസിറ്ററിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ കേസിൽ എന്താണ്, ആ കേസിൽ കപ്പാസിറ്റൻസ് എന്താ അവിടെ 3C ആവും അല്ലെ. അതായത് ബാക്കിയൊക്കെ സെയിം ആയാലും നമുക്ക് അറിയാം എന്താ, ഇതിന്റെ ഇക്വേഷൻ എന്താ, ദാറ്റ് ഈസ് കപ്പാസിറ്റൻസ് ഇസ് ഈക്വൽ ടു ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഇൻറ്റു ε0 A/d. അപ്പൊ ഇതിനെയാണ് അവർ C എന്ന് വിളിച്ചില്ല. അപ്പൊ C ഡാഷ് എന്താ, C എന്ന് പറഞ്ഞാൽ C ആണെങ്കിൽ C ഡാഷ് ഇസ് ഈക്വൽ ടു 3C അല്ലെ. അങ്ങനെയാണ് C യും 3C യും ആയത്. ഓക്കെ, റെഡി. ഇപ്പൊ ഫൈൻഡ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എന്താണ്, ഇവിടെ എന്താ കോമ്പിനേഷൻ, സീരീസ് ആണല്ലോ. ഒന്ന് C ആണെങ്കിൽ ഒന്ന് 3C ആണ്. അപ്പൊ നമുക്ക് വേണ്ടത് എന്താ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണല്ലേ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഞാൻ ഇക്വേഷൻ പറഞ്ഞല്ലോ, എന്താ, V1 = ചാർജ് സെയിം ആയ കാരണം Q/C1. V2 എന്താ, V2 = Q/C2. ഒക്കെ നമുക്ക് നോക്കാം. Q എന്താ, ഇവിടുത്തെ ചാർജ് എന്താ, അപ്പൊ നമുക്ക് ഇവിടെ ചാർജ് കണ്ടുപിടിക്കണം അല്ലെ. ചാർജ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ പോസിബിലിറ്റി, എന്താ, ചാർജ് C = C ഇഫക്റ്റീവ് അല്ലെ. അപ്പൊ C ഇഫക്റ്റീവ് ഇൻറ്റു
ടോട്ടൽ പൊട്ടൻഷ്യൽ. സി ഇഫക്റ്റീവ് എത്ര കിട്ടിയത്? സി ഇഫക്റ്റീവ് is equal to 3C/4 ഇൻറ്റു പൊട്ടൻഷ്യൽ. അപ്പൊ എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റു പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യലിന്റെ വാല്യൂ എത്രയാണ്? 18. അപ്പൊ 3C/4 ഇൻറ്റു 18 വിച്ച് ഗീവ്സ് ഔട്ട് ടു ബി അല്ലെ. അപ്പൊ 9 വരും, 2 വരും, 4 12 അപ്പൊ എത്രയുടെ 9 അല്ലേ, 9 3 27/2. ഓക്കെ, അപ്പൊ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 27/2 സി എന്നാണ് എന്തിന്റെ വാല്യൂ? ചാർജിന്റെ വാല്യൂ. അപ്പൊ ഈ ചാർജിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്താ? 27C/2 ഇൻറ്റു C1 എന്താ? C1 എന്ന് പറഞ്ഞാൽ C ആണ്. അപ്പൊ ഇത് രണ്ടും കട്ട് ചെയ്താൽ 27/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 13.5. എന്ത്? ദാറ്റ് ഈസ് 13.5 ആണ് ഫസ്റ്റ് പൊട്ടൻഷ്യൽ. അത് കിട്ടിയാൽ മറ്റേ ഇക്വേഷനിൽ ഇടണമെന്നില്ല. 18 മൈനസ് 13.5 ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടും? പൊട്ടൻഷ്യൽ ഗീവ്സ് ഔട്ട് ടു ബി 4.5. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഇക്വേഷനിൽ ഇട്ടും എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? റെഡി ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആദ്യത്തെ നോക്കിയേ. ഇവിടെ C1 C2 തന്നിട്ടുണ്ട്, C3 C4. ഇവിടെ C1ഉം C3യും അതുപോലെ തന്നെ C2ഉം C4 ഇത് 100, ഇത് 200, ഇത് 100, ഇത് 200. അപ്പൊ നമുക്കറിയാം എന്താ ഇതെന്താ പാരലൽ കോമ്പിനേഷൻ. അപ്പൊ ഇവിടെ 300 ആയി, ഇവിടെ എന്തായി 300 മൈക്രോ ഫാരഡ് ആയി. അപ്പൊ എന്ത് കിട്ടി? ഇത് നമുക്ക് നമ്മളോട് ചോദിച്ചുള്ള എന്താ? വി ഹാവ് ടു ഫൈൻഡ് ദി ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് അല്ലെ. അപ്പൊ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി അല്ലെ. അതായത് 300 കപ്പാസിറ്റൻസ് ആണ് രണ്ട് കേസിലും വരിക. അതിനുശേഷം പിന്നെ സീരീസ് വന്നാൽ എന്താ? 1/C സീരീസ് ഇസ് ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2. അപ്പൊ റെസിസ്റ്റേഴ്സും അല്ലെ, റെസിസ്റ്റേഴ്സും കപ്പാസിറ്റേഴ്സും എക്സാക്ട്ലി ദി ഓപ്പോസിറ്റ് ആണെന്നുള്ള കാര്യം മറന്നു പോകരുത്. നെക്സ്റ്റ്, ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ത്രൂ എ പോയിന്റ് ഈസ് നോർമൽ. വാട്ട് ഈസ് മീൻ ബൈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്? എന്താ ആ വേർഡിൽ ഉണ്ടല്ലേ, ഈക്വൽ പൊട്ടൻഷ്യൽസ് ഉള്ള പോയിന്റ്സ് അല്ലെ. അങ്ങനെ equipotential surface is a surface which joins or with a constant value of potential at all points on the surface. പിന്നെ equipotential surfaceൽ ചാർജിന് ഒരു പോയിന്റ് വേറെ പോയിന്റിലേക്ക് വെക്കാൻ എന്തിന്റെ ആവശ്യമില്ല? വർക്കിന്റെ ആവശ്യമില്ല. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടി കൂടിയാണ് അല്ലെ. ദാറ്റ് ഈസ് സീറോ വർക്ക് ഹാസ് ടു ബി ഡൺ. ഇനി ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഫോർ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇപ്പൊ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണെങ്കിൽ അതിന് നോർമൽ ആയിട്ടാണ് അല്ലെ, അതിന് നോർമൽ ആയിട്ട് പർട്ടിക്കുലർ ആയിട്ടാണ് എന്തുണ്ടാവുക? യു വിൽ ഹാവ് ദി ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് അല്ലെ. അതായത് ഡിക്രീസിങ് പൊട്ടൻഷ്യൽ. അപ്പൊ നമ്മൾ പറഞ്ഞു നെഗറ്റീവ് ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് പൊട്ടൻഷ്യൽ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നിടത്തേക്കാണ് എന്ത് ചെയ്യുക? ഇലക്ട്രിക് ഫീൽഡ് പോവാ. റെഡി. നെക്സ്റ്റ് 2019 സേ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇവിടുത്തെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഐഡന്റിഫൈ ദ ഗ്രാഫ് റെപ്രസെന്റിംഗ് പാരലൽ കോമ്പിനേഷൻ എന്നാണ് ചോദ്യം അല്ലെ. പാരലൽ കോമ്പിനേഷൻ നോക്കാം. ഫിഗർ ഷോസ് Q ആൻഡ് V ഫോർ ടു കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. ഇപ്പൊ നോക്കാം, C സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു C1 ഇൻറ്റു C2 ബൈ C1 പ്ലസ് C2. അതായത് കപ്പാസിറ്റൻസ് കുറേ ചെയ്യാം. C പാരലൽ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2. അതിന്റെ അർത്ഥം എന്താ? C1 പ്ലസ് C2 എന്ന് പറഞ്ഞാൽ ഇവിടെ കപ്പാസിറ്റൻസ് കൂടുതലാണ്. അപ്പൊ ഇവിടെ ചോദിച്ചത് പാരലൽ എന്ന് പറഞ്ഞാൽ എന്താ? പാരലൽ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ് കൂടുതൽ. അപ്പൊ ഇതിൽ ഏതിനാണ് കപ്പാസിറ്റൻസ് കൂടുതൽ? Q ഇസ് ഈക്വൽ ടു CV അല്ലേ മക്കളെ. അപ്പൊ ഞാൻ വിനെ കോൺസ്റ്റന്റ് ആക്കി എഴുതി. എന്ന് വിനെ കോൺസ്റ്റന്റ് ആക്കി എഴുതി. അത് അതിന്റെ അർത്ഥം എന്താ? വിനെ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു. റെഡി. ഇനി നമ്മൾ നോക്കേണ്ടത് സിയും ക്യൂ എങ്ങനെ റിലേഷൻ? ക്യൂ കൂടിയ ആൾക്കാണ് സി കൂടുക അല്ലെ. നമുക്ക് മനസ്സിലായി എന്താ? ദേ ആർ ഡയറക്ട്ലി റിലേറ്റഡ്. സി കൂടിയ ആളാരാണെന്ന് നോക്കുകയാണെങ്കിൽ ക്യൂ കൂടിയ ആളെ നോക്കിയാൽ മതി, അതായത് എ. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ്? ഇവിടെ ഗ്രാഫ് എയിലാണ് എന്ത് കൂടുതൽ മക്കളെ? കപ്പാസിറ്റൻസ് കൂടുതൽ. അതായത് അതാണ് പാരലൽ കോമ്പിനേഷൻ എന്നർത്ഥം. Write the expression for the effective capacitance in effect parallel. Parallel എന്താ? C parallel is equal to C1 plus C2. Ready? In 2020 model question. These are the three capacitors. Identify the above condition. ഇത് എന്ത് കണ്ടീഷൻ ആണ്? ഇതെന്താ? സീരീസ് കോമ്പിനേഷൻ ആണ്. Obtain expression for the effective combination. എന്താ? C സീരീസ് വരുമ്പോൾ എങ്ങനെ? 1/C series equal to 1/C1 plus 1/C2 plus 1/C3 അല്ലെ. ഇവിടെ വരുമ്പോൾ മൂന്ന് പൊട്ടൻഷ്യൽ ഉണ്ടാവും അല്ലെ. ഇവിടെ V1 ഉണ്ടാവും, ഇവിടെ പൊട്ടൻഷ്യൽ V2 ഉണ്ടാവും, ഇവിടെ പൊട്ടൻഷ്യൽ എന്തുണ്ടാവും? V3 ഉണ്ടാവും. ഇതിൽ കൂടെ പോകുന്ന ചാർജ് ഒക്കെ V ആണ് അല്ലെ. അവിടെ എന്ത് ചെയ്യാം? നേരത്തെ അതേപോലെ തന്നെ സോൾവ് ചെയ്യാം. ഇഫ് ഡൈലക്ട്രിക് മീഡിയം ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ പ്ലേസ്, വാട്ട് ഹാപ്പൻസ് ടു ദി കപ്പാസിറ്റൻസ്? അതെന്താ? കപ്പാസിറ്റൻസ് K ടൈംസ് ആവും അല്ലെ. കപ്പാസിറ്റൻസ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു ഇനീഷ്യൽ കപ്പാസിറ്റൻസ്, അതായത് ഇൻക്രീസസ് ബൈ K ടൈംസ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു പോയിന്റ് ആണ്. റെഡി. മക്കൾ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ 2020 മാർച്ച് ക്വസ്റ്റൻ ആണ്. ഓക്കെ, നോക്കാം എന്താ ക്വസ്റ്റൻ. ഹൗ capacitance changes if the distance between the plates of a parallel plate capacitor is half. Like the equation, the C is equal to epsilon 0 A by D. What is the equation? Equation is equal to that is C is equal to epsilon 0 A by D. Okay, അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ഹാഫ് ചെയ്ത D/2 ആവില്ല മക്കളെ. അപ്പൊ 2 മോളിലേക്ക് വന്നാൽ എന്താവും? ഇറ്റ് വിൽ ബി ഡബിൾഡ് അല്ലെ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം. ഓക്കെ, ത്രീ കപ്പാസിറ്റേഴ്സ് എന്താ? 2 പൈക്കോ ഫാരഡ്, 3 പൈക്കോ ഫാരഡ്, 4 പൈക്കോ ഫാരഡ്. അപ്പൊ എന്താണ് പൈക്കോ ഫാരഡ് എന്ന് പറഞ്ഞാല്? ഒന്നുമില്ല, പൈക്കോ ഫാരഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁻12 ഫാരഡിനാണ് എന്ത് പറയാ? പൈക്കോ അല്ലെ. മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁻6 അല്ലെ. മില്ലി എന്ന് പറഞ്ഞാൽ
10⁻³ അതുപോലെ തന്നെയാണ് പൈക്കോ. ഓക്കെ, ആർ കണക്റ്റഡ് ഇൻ പാരലൽ. ഇപ്പൊ പാരലൽ ആണെങ്കിൽ ഇഫക്റ്റീവ് എന്തായിരിക്കും 2, 3, 4 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 9 പൈക്കോ ഫാരഡ്. വാട്ട് ഈസ് ദി SI യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ്? എന്താ കപ്പാസിറ്റൻസ് SI യൂണിറ്റ് എന്താടാ? ഫാരഡ് ആണല്ലേ, നമുക്കറിയാം. കാൽക്കുലേറ്റ് ദി ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ്. ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്ര വരും? ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് വിൽ ബി 9 പൈക്കോ ഫാരഡ് ആൻഡ് ദി SI യൂണിറ്റ് ഈസ് ഫാരഡ് അല്ലെ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, ഡിറ്റർമൈൻ ദ ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ ഇഫ് ദി കോമ്പിനേഷൻ ഈസ് കണക്റ്റഡ് ടു 100 വോൾട്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണല്ലേ. ഇത് എന്ത് കോമ്പിനേഷൻ മക്കളെ? ഇത് പാരലൽ കോമ്പിനേഷൻ ആണല്ലേ. അപ്പൊ പാരലൽ കോമ്പിനേഷൻ ആകുമ്പോൾ നമുക്ക് എന്ത് വേണം? ടോട്ടലി ഇവിടെ ഓൾറെഡി ഇൻഡിവിജ്വലി ഉള്ള എന്ത് വേണം? ഓൾറെഡി ഇൻഡിവിജ്വലി ഉള്ള ചാർജസ് ആണ് നമ്മളോട് ചോദിച്ചല്ലേ. നമുക്കറിയാം ഇത് Q1 ആണ്, ഇതെന്താണ് Q2 ആണ്, ഇതെന്താണ് Q3 ആണ്. ഇവർക്ക് കോമൺ ആയിട്ടുള്ള കാര്യം എന്താ? പൊട്ടൻഷ്യൽ ആണല്ലേ. അപ്പൊ എന്താ? വി ഹാവ് ടു ഫൈൻഡ് ദി ഇഫക്റ്റീവ് പൊട്ടൻഷ്യൽ. ഇഫക്റ്റീവ് പൊട്ടൻഷ്യൽ എന്താ? ഈക്വൽ ടു എന്താ? സി ഇഫക്റ്റീവ്. നമ്മൾ സി ഇഫക്റ്റീവ് ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് Q1 എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല. Q1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു C1 ഇൻറ്റു വി. എന്ത് Q2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു C2 ഇൻറ്റു വി. എന്ത് Q3 ദാറ്റ് ഈസ് ഈക്വൽ ടു C3 ഇൻറ്റു വി. വി എന്താ? വി ഓൾറെഡി തന്നിട്ട് 100 ആണ്. ഓൾറെഡി ചെയ്തു വെച്ച വാല്യൂസ് എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, റെഡി ആണല്ലോ? സിമ്പിൾ ക്വസ്റ്റൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം. ഓക്കെ, 2020 സെയിലത്തെ ക്വസ്റ്റൻ. ഓക്കെ, സെയിലത്തെ ക്വസ്റ്റൻ എന്താ ചോദ്യം? ഇനി കപ്പാസിറ്റി എനർജി is stored അല്ലെ. എനർജി എവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ളത്? എനർജി ആണ് നമ്മളതിൽ എവിടെയായിട്ട് കിട്ടുന്നത് അല്ലെ? പാരലൽ പ്ലേറ്റ്സിന് ഇടയിൽ എനർജി അല്ലെ. എനർജി സ്റ്റോർഡ് ആസ് ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. പോസിറ്റീവ് ടു നെഗറ്റീവ് ടെർമിനലിലേക്ക് പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ആയിട്ടാണ് ഇവിടെ എനർജി സ്റ്റോർ ചെയ്തിരിക്കുന്നത്. റെഡി? എക്സ്പ്രഷൻ ഫോർ ദി പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സ് അല്ലെ. കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ആണ്. റെഡി ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കിയാലോ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. ഓക്കെ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. എയർ ആയിരുന്നു. അപ്പൊ എയർ ആയിരുന്ന കപ്പാസിറ്റൻസ് എത്രയാണ്? 8 പൈക്കോ ഫാരഡ്. ഓക്കെ, ഇനി നമ്മളോട് ചേഞ്ച് എന്തൊക്കെയാ പറഞ്ഞുള്ളത്? നമ്മൾ പറഞ്ഞത് ഡിസ്റ്റൻസ് റെഡ്യൂസ് ടു ഹാഫ്, അതുപോലെ തന്നെ സ്പേസ് ബിറ്റ്വീൻ ദം ഡൈലക്ട്രിക് മീഡിയം 6 ആയില്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സി ഡാഷ് എന്താ? സി ഡാഷ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എപ്സിലോൺ 0 എ ബൈ എന്താ? ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്റ്റൻസ് എന്ത് ചെയ്ത്? ഹാഫ് ആയി. അപ്പൊ d/2 അല്ലെ. ഈ 2 മോളിലേക്ക് വന്നു അല്ലെ. ഈ കെയുടെ വാല്യൂ എന്താ? കെയുടെ വാല്യൂ 6. ദാറ്റ് മീൻസ് 12 ടൈംസ് ഇനീഷ്യൽ കപ്പാസിറ്റി. ഇപ്പൊ എന്താ? 12 ഇൻറ്റു 8 പൈക്കോ ഫാരഡ്. ആൻസർ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 96 പൈക്കോ ഫാരഡ് ആൻസർ വരും. ഓക്കെ, നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടെ സോൾവ് ചെയ്യാനുള്ള കാര്യം. അപ്പൊ നമ്മൾ ഈ ഡെറിവേഷൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. എന്താ? സി സി ഈക്വൽ ടു എപ്സിലോൺ 0 എ ബൈ ഡി എന്ന് വരുന്ന ഡെറിവേഷൻ എന്ത് ചെയ്യണം? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട സാധനമാണ്. ഓക്കെ, നെക്സ്റ്റ് 2021 മോഡൽ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വി ഇസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ അല്ലെ ഇക്വേഷൻ. അതായത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് ദി വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് അല്ലെ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, ഗീവ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഇന്റൻസിറ്റി ആൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. എന്താ പറഞ്ഞത്? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദി നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് ദി പൊട്ടൻഷ്യൽ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ദിസ് ഈസ് ദി ഇക്വേഷൻ. ഇനി ഫൈൻഡ് ദി ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് വെൻ 3 കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. ഇപ്പൊ നമ്മൾ ഡെറിവേഷൻ ആണ് പറഞ്ഞത് അല്ലെ. അതായത് 3 കപ്പാസിറ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എന്താണ്? ദാറ്റ് ഈസ് ഡെറിവേഷൻ. നമ്മൾ പറഞ്ഞു സീരീസ്. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദി SI യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ്? കപ്പാസിറ്റൻസിന്റെ SI യൂണിറ്റ് എന്താ? ദാറ്റ് ഈസ് ഫാരഡ്. നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ? 2 കപ്പാസിറ്റേഴ്സ് അല്ലെ, 2 മൈക്രോ ഫാരഡും 4 മൈക്രോ ഫാരഡ് കണക്റ്റഡ് ഇൻ സീരീസ് അല്ലെ. സീരീസ് കോമ്പിനേഷൻ. ടോട്ടൽ പൊട്ടൻഷ്യൽ എത്രയാണെന്നുള്ളത് 100 വോൾട്ട് ടോട്ടൽ പൊട്ടൻഷ്യൽ ഉണ്ട്. കാൽക്കുലേറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം. നോക്കിയേ, 2 കപ്പാസിറ്റേഴ്സ് ഉണ്ട് അല്ലെ. എത്ര? 2 മൈക്രോ ഫാരഡ് ഉണ്ട്, അതുപോലെ തന്നെ 4 മൈക്രോ ഫാരഡ് ഉണ്ട്. റെഡി? നമുക്ക് ആദ്യം കപ്പാസിറ്റർ ഇഫക്റ്റീവ് ഇൻ സീരീസ് എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 4 ബൈ 2 പ്ലസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 8/6 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? 8/6 അല്ലേ, അതായത് 4/3 എന്ന് വരും അല്ലെ. 4/3 ആണ് എന്ത്? കപ്പാസിറ്റൻസ് വരുന്നത്. ഓക്കെ, ഡൗട്ട് ഇല്ലടാ, സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഓക്കെ, നെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് എന്താ? നമുക്ക് വേണ്ടത് V1ഉം V2 ആണ്. എന്താ V1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു Q ബൈ C1. V2 എന്ന് പറഞ്ഞാൽ എന്താ? Q ബൈ C2. അപ്പൊ Q വേണം. Q എന്താ? Q ഇസ് ഈക്വൽ ടു C സീരീസ് ഇൻറ്റു പൊട്ടൻഷ്യൽ. അപ്പൊ നമുക്ക് എന്താ എഴുതാം? 4/3 ഇൻറ്റു 100 ആണ്. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ. ഇനി V1ഉം V2 കണ്ടുപിടിക്കാം അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു V1 എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 4/3 ഇൻറ്റു 100 അല്ലെ. 4/3 ഇൻറ്റു 100 ബൈ നമ്മൾ 4/3 എന്ന് മാത്രമേ എഴുതണുള്ളൂ അല്ലെ. 4/3 എന്ന് എഴുതണുള്ളൂ, മൈക്രോ എന്ന് എഴുതുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ C1 എന്താ? C1 നമുക്ക് എന്താണ്? 4 ആണ് അല്ലെ. C1 2 ആണ്, സോറി. അപ്പൊ എന്താ? ഇതും കട്ട് ചെയ്താൽ എത്ര വരും? 200/3. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 200/3 ആണ് പൊട്ടൻഷ്യൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുമ്പോൾ നെക്സ്റ്റ് V2 എന്താ? V2 ഇസ് ഈക്വൽ ടു Q എത്രയാടാ? Q ഇസ് ഈക്വൽ ടു 4/3 ഇൻറ്റു 100 ബൈ C2 എത്രയാ? C2 4 കട്ട് ചെയ്താൽ 100/3 അല്ലെ. അപ്പൊ 100/3യും
200/3. Okay, that is equal to രണ്ടും ആഡ് ചെയ്താൽ എന്ത് വരും? That is equal to 300/3, that is equal to 100 വരും. Okay, അതാണ് എന്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസസ്. ഓക്കെ, റെഡി ആണല്ലോ. അപ്പോൾ ഈ സീരീസ് കോമ്പിനേഷനിൽ എന്താണ്? സീരീസ് കോമ്പിനേഷനിൽ ചാർജ് സെയിം ആണ്, പൊട്ടൻഷ്യൽ ആണ് ഡിഫറൻസ് ഉണ്ടാകുന്ന കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, 2021 മാർച്ചിൽ കാൽക്കുലേറ്റ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ്. പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്താ? 1/4πε0 Q/R അല്ലെ. എന്താ? ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ചാർജ് തന്നിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 4 × 10⁻⁴ കിട്ടും. റൈറ്റ് ഇനി വൺ ഡിഫറൻസ് ബിറ്റ്വീൻ പോളാർ ആൻഡ് നോൺ പോളാർ. പോളാർ എന്ന് പറഞ്ഞാൽ എന്താ? സെന്റേഴ്സ് കോയിൻസൈഡ് ചെയ്യില്ല, ഡിഫറൻസിൽ നിൽക്കുക. HCl പോലത്തെ മോളിക്യൂൾ. എന്താ? നോൺ പോളാർ, സെന്റേഴ്സ് കോയിൻസൈഡ് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക അല്ലെ? ഫോർ എക്സാമ്പിൾ നൈട്രജൻ, ഹൈഡ്രജൻ, അവരെന്താണ്? നോൺ പോളാർ ആണ് അല്ലെ. ഡ്രോ എ ഫിഗർ ഓഫ് പാരലൽ കോമ്പിനേഷൻ. എന്താ? ഒരു ഫിഗർ വരയ്ക്കാം. സിംപ്ലി ഒരു ഫിഗർ വരച്ചാൽ അതിന്റെ മാർക്ക് കിട്ടും. റെഡി. നെക്സ്റ്റ് ചോദ്യം എന്താ? ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ ഇഫക്റ്റീവ് കോമ്പിനേഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞു സീരീസ് പാരലൽ കോമ്പിനേഷൻസ് ഡെറിവേഷൻ പഠിക്കാൻ എന്ത് ചെയ്യരുത്? എക്സാമിന് പോകരുത്. ഓക്കെ, റെഡി ആണല്ലോ. നെക്സ്റ്റ് 2021 സെയിലത്തെ ചോദ്യം നോക്കാം. റെഡി. സിമ്പിൾ അല്ല, കുഴപ്പമില്ല. ലാസ്റ്റ് ടുവേഴ്സ് ഉണ്ടാവാനായി. ഓക്കെ, ഇന്ന് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എയർ ആയിരുന്നു. ഈച്ച് പ്ലേറ്റ് ഹാസ് ഏരിയ തന്നിട്ടുണ്ട്, സെപ്പറേഷൻ തന്നിട്ടുണ്ട്, കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാം. എന്താ കപ്പാസിറ്റൻസ്? ഇറ്റ് ഈസ് ഈക്വൽ ടു ε0 A/d. അല്ലെങ്കിൽ ഏരിയ തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, കണ്ടുപിടിക്കാം. റെഡി. ഇഫ് ദി കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് ടു 100 വോൾട്ട് സപ്ലൈ, വാട്ട് വുഡ് ബി ദ ചാർജ് അല്ലെ. ഇതിന്റെ ചാർജ് എങ്ങനെ കണ്ടുപിടിക്കുക? ചാർജ് ഇസ് ഈക്വൽ ടു Q ഇസ് ഈക്വൽ ടു C × V. സി നമ്മൾ ഇവിടുന്ന് കണ്ടെത്തി, സിയും പിന്നെ 100 വോൾട്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ചാർജ് കിട്ടും. റെഡി ആണല്ലോ. ഓക്കെ, നമ്മളിവിടെ സോൾവ് ചെയ്തിട്ടില്ല. ദാറ്റ് ഈസ് Q ഇസ് ഈക്വൽ ടു 1.7 × 10⁻⁻11 കിട്ടിയാൽ അത് ഇൻറ്റു 100 ചെയ്താൽ 1.77 × 10⁻⁻9. അതാണ് എന്ത്? നാനോ എന്ന് പറയില്ല. മൈക്രോ 10⁻⁻6, പൈക്കോ 10⁻12. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ സീരീസ് ആൻഡ് പാരലൽ. അഗെയിൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, 2022 മോഡൽ. ഡൈഇലക്ട്രിക് പ്ലേസ് ചെയ്താൽ കപ്പാസിറ്റൻസ് എന്ത് ചെയ്യൂടാ? എത്ര പ്രാവശ്യം പറഞ്ഞില്ല? ഇറ്റ് ഈസ് ബീങ് ഇൻക്രീസ്ഡ്. നെക്സ്റ്റ്, ടു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഇക്യൂ പൊട്ടൻഷ്യൽ. അപ്പൊ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിന്റെ പോയിന്റ്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒന്നെന്താ? വർക്ക് ഡൺ 0 ആണ് അല്ലെ. നോ വർക്ക് ഹാസ് ടു ബി ഡൺ ടു മൂവ് എ പോയിന്റ്. പിന്നെന്താ? ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എപ്പോഴും നോർമൽ ആയിരിക്കും അല്ലെ. റെഡി അല്ലേ? ഓക്കെ, പ്രോപ്പർട്ടീസ് ഒക്കെ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ എന്തായിരിക്കും? ദേ ആർ വെരി 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 ഇമ്പോർട്ടന്റ്. ഓക്കെ, നെക്സ്റ്റ്, what is the shape of an equipotential surface? It is spherical. ഒരു point charge എന്താ? spherical equipotential surface ആണ് ഉണ്ടാവുക. Expression for the equivalent capacitance in series combination. Again same question is being repeated. Ready ആണല്ലോ? Okay ആണല്ലോ? Okay, next question ലോട്ട് പോവാം. റൈറ്റ് ഡൗൺ എനി 3 പെക്യുലർ പ്രോപ്പർട്ടീസ്. നമ്മൾ പറഞ്ഞല്ലേ, 2 പ്രോപ്പർട്ടി പറഞ്ഞു. അടുത്തെന്താ? ഇറ്റ് കനോട്ട് ഇക്വിപ്പൊട്ടൻഷ്യൽ സർഫസ് എന്ത് ചെയ്യാൻ പാടില്ല? ഇന്റർസെക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, നമ്മൾ പറഞ്ഞ കോമൺ പോയിന്റ്സ് ആണ്. അപ്പോൾ എന്താണ്? ഇക്വിപ്പൊട്ടൻഷ്യൽ സർഫസ് ഇസ് എ വെരി 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 ഇമ്പോർട്ടന്റ് ടോപ്പിക്. ഓക്കെ, നെക്സ്റ്റ്, SI unit of capacitance എന്താണ്? It is farad. Okay, ready. Next question. Two capacitors C1 and C2 are connected in series. Derive the expression for the capacitance. ഏത്? ഇനി ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ്, സീരീസ് കോമ്പിനേഷൻ, പാരലൽ കോമ്പിനേഷൻ, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഇൻ 2022 സെയിലത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താ 2022 സെയിൽ ചോദിച്ച ചോദ്യം എന്താ? വർക്ക് ഡൺ ടു ബ്രിങ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ ഇൻ എൻ ഇക്യൂ പൊട്ടൻഷ്യൽ. ഇക്യൂ പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. റെഡി ആണല്ലോ? ഇനി ത്രീ കപ്പാസിറ്റർ C1 when connected in parallel have a net capacitor C2. സീരീസിൽ കണക്ട് ചെയ്തപ്പോൾ C1 ആണ്, പാരലൽ കണക്ട് ചെയ്തപ്പോൾ C2 അല്ലെ. എത്ര കപ്പാസിറ്റേഴ്സ് ഉണ്ട്? 3 കപ്പാസിറ്റേഴ്സ്. ഇപ്പോൾ C സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ എന്താണ്? സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ C/N ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു C/3 ആണ്. C പാരലൽ കണക്ട് ചെയ്യുമ്പോൾ എന്താ? N × C, ദാറ്റ് ഈസ് ഈക്വൽ ടു 3C ആണ്. ഓക്കെ, C സീരീസ് ബൈ C പാരലൽ എന്ന് പറയുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ C/3/3C അല്ലെ. C കട്ട് ചെയ്താൽ എന്ത് വരും? 1/9. അപ്പൊ റേഷ്യോ എന്താണ്? 1/9 ആണ്. ഓക്കെ, റൈറ്റ് ഡൗൺ ദ ഇക്വേഷൻ. എന്താ? C ഇഫക്റ്റീവ്, C സീരീസിലും C പാരലലും എന്താണ് ഇക്വേഷൻ? ജസ്റ്റ് എഴുതാനാണ് ചോദ്യം. റെഡി? നെക്സ്റ്റ് ചോദ്യം. എ കപ്പാസിറ്റർ ഇസ് എ സിസ്റ്റം ഓഫ് ടു കണ്ടക്ടിങ് ചാർജസ് അല്ലെ. അപ്പൊ നമുക്കറിയാം എന്താ? SI യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് എന്താ? അത് ഫാരഡ് ആണ്. എത്രയോ പ്രാവശ്യം റിപ്പീറ്റഡ് ആയ ചോദ്യം. വെൻ ടു കപ്പാസിറ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ്, സീരീസിൽ കപ്പാസിറ്റൻസ് കണക്ട് ചെയ്താൽ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു C1 × C2/C1 + C2. ദാറ്റ് മീൻസ് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ത് ചെയ്യൂടാ? കുറയും. എന്താണ്? ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കുറയും. ഓക്കെ, 2023 മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. Okay, two capacitors equal capacitance connected in series and when connected in parallel. അപ്പൊ നേരത്തെ പോലെ തന്നെ സീരീസ് എന്ന് പറയുമ്പോൾ C/2, പാരലൽ എന്ന് പറയുമ്പോൾ 2C. അപ്പൊ എന്താ? C സീരീസ് ബൈ C പാരലൽ വരുമ്പോൾ 1/4 വരും അല്ലെ. നേരത്തെ 3 ഉണ്ടായിരുന്നു, ഇവിടെ 2 ഉള്ളൂ. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ചോദ്യം എന്താ? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഓഫ് ഐസൊലേറ്റഡ് ചാർജ്. ഐസൊലേറ്റഡ് ചാർജ് ആണെങ്കിൽ അതിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്തായിരിക്കും? ഇറ്റ് ഈസ് എ സ്ഫെറിക്കൽ സർഫസ്. എന്താണ്? സ്ഫെറിക്കൽ സർഫസ് ആയിരിക്കും. റെഡി?
If the electric field intensity is zero, will the electric potential necessarily be zero? ഇല്ല. കാരണം നമുക്ക് എന്താ ഒരു കണ്ടക്ടറിന്റെ സെന്ററിൽ എന്താ ഇൻസൈഡ് എ കണ്ടക്ടർ ദർ ഇസ് നോ ചാർജ്, സോ ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റന്റ് ബട്ട് ഇലക്ട്രിക് ഫീൽഡ് ഈസ് സീറോ. അപ്പൊ ആ കേസ് എക്സിസ്റ്റിംഗ് ആണല്ലേ. ഇൻസൈഡ് ചാർജഡ് ഷെല്ലില് എന്താ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി സീറോ ആണ്, പക്ഷെ എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈക്വൽ ടു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇൻസൈഡ് ഈസ് ഈക്വൽ ടു എന്താ കോൺസ്റ്റന്റ് വാല്യൂ വിച്ച് ഇസ് ഈക്വൽ ടു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ദി സർഫസ്. നമുക്ക് അറിയാവുന്ന കാര്യം. ഇനി പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ ഡിസ്റ്റൻസ് ഡബിൾ ചെയ്താൽ എന്താ സംഭവിക്കുക നോക്കാം അല്ലെ. ഇക്വേഷൻ എന്താ സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ എ ബൈ ഡി. ഡിസ്റ്റൻസ് എന്ത് ചെയ്തത് ഡിസ്റ്റൻസ് ഡബിൾ ചെയ്താൽ സി എന്താവും സി ബൈ ടു. ഇനി ഏരിയ ഹാഫ് ചെയ്താൽ എന്താ സംഭവിക്കുക സി എന്താവും ഹാഫ് ആവും. അപ്പൊ രണ്ട് കേസിലും എന്താണ് സി ഹാഫ് ആവുക ചെയ്യുക. കാരണം എന്താ സി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ആൻഡ് സി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്. അപ്പൊ രണ്ട് കേസിലും ഹാഫ് ആവും. ഓക്കെ, നെക്സ്റ്റ് എന്താ നെക്സ്റ്റ് ഒരു വേരിയേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് ഷോസ് ദ വേരിയേഷൻ ഓഫ് വോൾട്ടേജ് അക്രോസ് എ ആൻഡ് ബി വിച്ച് ഓഫ് ദ ഫോളോയിങ് ടു കപ്പാസിറ്റർ ഹാവ് ഹയർ കപ്പാസിറ്റൻസ്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത ഇതേ ക്വസ്റ്റൻ ആണല്ലേ. ക്യൂ ഇസ് ഈക്വൽ ടു സി വി. അതിൽ നമ്മൾ എന്ത് ചെയ്യുക ദാറ്റ് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യലി കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക അല്ലെ. അപ്പൊ നമുക്ക് എന്താ വേണ്ടത് ആർക്കാണ് ഹയർ കപ്പാസിറ്റൻസ്. അപ്പൊ ഹയർ കപ്പാസിറ്റൻസ് ഉള്ളത് ഹയർ ചാർജ് ഉള്ള ആൾക്കായിരിക്കും അല്ലെ. അപ്പൊ ചാർജ് ഹയർ ഉള്ള ആളാരാ എ. അപ്പൊ എക്കായിരിക്കും അല്ലെ. എ വിൽ ഹാവ് എന്താ ദാറ്റ് ഈസ് നമുക്ക് നമ്മളോട് ചോദിച്ചത് എന്താണ് ഹയർ കപ്പാസിറ്റൻസ് ആർക്കാ കൂടുതൽ കപ്പാസിറ്റൻസ് ഓഫ് എ വിൽ ബി ഗ്രേറ്റർ ദാൻ കപ്പാസിറ്റൻസ് ഓഫ് ബി. കാരണം എന്താ ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി. അപ്പൊ ക്യൂ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സി. ക്യൂ കൂടിയ ആള് ആരാ എ ആണ്. അതുകൊണ്ട് എന്താണ് എയുടെ കപ്പാസിറ്റൻസ് ആണ് കൂടുതൽ. ഓക്കെ, ഇതല്ലാതെ സ്ലോപ്പും കമ്പയർ ചെയ്യാം. ഓക്കെ, റെഡി. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ ടുവേർഡ്സ് എൻഡ് ആയി ലാസ്റ്റിലോട്ട് പോവാണ്. നെക്സ്റ്റ് ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദി കപ്പാസിറ്റൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി കപ്പാസിറ്റൻസിലേക്ക് ഒരു ഡൈഇലക്ട്രിക് മീഡിയം വന്നാൽ എന്ത് ചെയ്യുക കപ്പാസിറ്റൻസ് ഇൻക്രീസസ്. റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ നമ്മൾ പറഞ്ഞത് നെഗറ്റീവ് ഗ്രേഡിയന്റ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് നെഗറ്റീവ് ഗ്രേഡിയന്റ്. ഇനി ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദി പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ. പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോളിന്റെ ഡെറിവേഷൻ നമ്മൾ ഇതുവരെ ചോദിക്കാത്ത, നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ക്വസ്റ്റൻ ആയിരുന്നു അല്ലെ. ഇന്നെന്താ അപ്രോക്സിമേഷൻ നമ്മൾ ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എഴുതി, ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എഴുതി. ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു അപ്രോക്സിമേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ R2 മൈനസ് R1 എന്ന് പറഞ്ഞ പോയിന്റ് ഇങ്ങോട്ട് അപ്രോക്സിമേറ്റ് ചെയ്താൽ ഇത് രണ്ടും എന്താണ് R2 മൈനസ് R1 ആറിനോട് ഈക്വൽ ആണ് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യും അല്ലെ. ഇനി ഈ ഒരു ആംഗിളിൽ അല്ലെ ഇവിടുത്തെ ട്രയാംഗിളിൽ നമ്മൾ ഈ ഡിസ്റ്റൻസ് 2a എന്ന് എഴുതുകയാണ് നല്ലത് അല്ലെ. നമ്മൾ എപ്പോഴും ഡൈപോൾ ലെങ്ത് എന്താ എഴുതാറ് 2a എന്ന് എഴുതാറ്. അല്ലെ നമുക്ക് 2a സൈ കോസ് തീറ്റ. അപ്പൊ എന്താ ഇവിടെ 2a കോസ് തീറ്റ. ഈ 2a q ആണ് ആര് പി ആവുക. അപ്പൊ ഇക്വേഷൻ എന്താണ് പൊട്ടൻഷ്യൽ V is equal to P cos തീറ്റ ബൈ 4πε0 into r സ്ക്വയർ ആണ് അല്ലെ. നമ്മളോട് ചോദ്യം എന്താ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ കാൽക്കുലേറ്റ് ദി പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് ചാർജ് 4 into 10⁻⁻7 അതിന്റെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി അല്ലെ. 4 into 10⁻⁻7 ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. 1/4πε0 വാല്യൂ ആണ് എന്ത് 9 into 10⁻9. അപ്പൊ എത്ര കിട്ടും ദാറ്റ് ഈസ് ഈക്വൽ ടു 40,000 വോൾട്ടേജ് എന്ന് കിട്ടും. റെഡി ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ 2024 ചോദിച്ച ചോദ്യം നോക്കാം. വാട്ട് ഈസ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്? സർഫസ് ഹാവിംഗ് സെയിം വാല്യൂ ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ ത്രൂ ഔട്ട് ദ വാല്യൂ അല്ലെ. ത്രൂ ഔട്ട് ദ സർഫസ് സെയിം വാല്യൂ. ഗിവ് എൻ എക്സാമ്പിൾ. എന്താ എക്സാമ്പിൾ എന്താ എക്സാമ്പിൾ ഫോർ എ പോയിന്റ് ചാർജ് എ സ്ഫെറിക്കൽ ഒരു സ്ഫെറിക്കൽ സർഫസ് കൺസിഡർ ചെയ്താൽ അത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അതുപോലെ തന്നെ എന്താ ഒരു യൂണിഫോം ഫീൽഡിന് ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഏരിയ കൺസിഡർ ചെയ്താൽ അതിന്റെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ എക്സാമ്പിൾ ആണ്. വാട്ട് ഈസ് ദി പ്രിൻസിപ്പിൾ ഓഫ് കപ്പാസിറ്റർ? എന്താ പ്രിൻസിപ്പിൾ ഓഫ് കപ്പാസിറ്റർ എന്താ ദാറ്റ് ഈസ് ഈക്വൽ ടു കപ്പാസിറ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പൊട്ടൻഷ്യൽ അല്ലെ. ഇപ്പൊ പൊട്ടൻഷ്യൽ കൂട്ടിയാൽ എന്ത് കൂട്ടാൻ പറ്റും അല്ലെ. പൊട്ടൻഷ്യൽ കൂട്ടിയാൽ ചാർജ് സ്റ്റോറിങ് കൂട്ടാൻ പറ്റും അല്ലെ. ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ ദി കപ്പാസിറ്റൻസ് നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞ ചോദ്യമാണ്. ഇനി 12 picofarad capacitor is connected to 50 volt. How much electrostatic energy? അല്ലെ നമുക്ക് തന്നത് എന്താ കപ്പാസിറ്റൻസ് 12 into 10⁻⁻12 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വോൾട്ടേജ് തന്നിട്ടുണ്ട് 50. എന്താ എനർജി is equal to half into CV ചെയ്താൽ മതി. റെഡി ആണല്ലോ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. എ സർക്കിൾ ഓഫ് റേഡിയസ് r is drawn positive charge at the center. The work done in moving once around the circumference എന്താ equipotential surface. Again and again this question is being repeated അല്ലെ. സീറോ വർക്ക് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, what is equipotential surface? Repeated ചോദ്യം. Two properties of equipotential surface. Again repeated. Obtain expression for the equivalent capacitance. Two capacitors C1 and C2 are connected in parallel അല്ലെ. പാരലൽ ആണെങ്കിൽ അതിന്റെ ഡെറിവേഷൻ ആണ് വീണ്ടും ചോദിക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം അല്ലെ. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ എന്താ അതായത് C1 C2 തന്നിട്ടുണ്ട്. സെയിം
പ്ലേറ്റ് സെപ്പറേഷൻ ആണ്. പക്ഷെ എന്താ ഏരിയ C2 ആണ് വലുത് അല്ലെ. സി ഈസ് ഈക്വൽ ടു ε0 A/D ആയ കാരണം ഏരിയ കൂടിയ ആൾക്ക് എന്ത് കൂടുതലാണ്, കപ്പാസിറ്റൻസ് കൂടുതലാണ്. അപ്പൊ C2 ആണ് C1നേക്കാൾ വലുത്. C2ന്റെ ഗ്രാഫ് ഏതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റെഡി ആണല്ലോ. കപ്പാസിറ്റൻസ് കൂടിയതാണ് C2ന്റെ ഗ്രാഫ്. നോക്കാം. Q ഈസ് ഈക്വൽ ടു CV ആയ കാരണം ഞാൻ പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആക്കി വെച്ചില്ലേ. സി കൂടുന്ന ആളെന്ന് പറഞ്ഞാൽ ചാർജ് കൂടിയ ആള്. ആരെ ചാർജ് കൂടിയ ആള്? എക്സ്. എക്സ് ആണെന്ത് C2, വൈ ആണെന്ത് C1. ഓക്കെ, ഇതേപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് തരിക. ഓക്കെ, നമ്മൾ ഇതാണ് ഏത് ചാപ്റ്റർ ഇടാ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഇത് സമ്മറൈസ് ചെയ്തിട്ട് നിങ്ങളോട് എന്തൊക്കെ പഠിക്കണം എന്ന് വെച്ചാൽ എന്തൊക്കെ പറയാം. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, അതിന്റെ എന്ത് ഡെറിവേഷൻ, കപ്പാസിറ്റൻസിന്റെ വാല്യൂ ഡെറിവേഷൻ. പിന്നെ ഡൈഇലക്ട്രിക് മീഡിയം ഇൻസേർട്ട് ചെയ്താൽ എന്ത് ചെയ്യും, കപ്പാസിറ്റൻസിന്റെ വാല്യൂ കൂടും. റെഡി ആണല്ലോ. അതുപോലെ തന്നെ ഒരു കപ്പാസിറ്റൻസ് കോമ്പിനേഷൻ വരുമ്പോൾ സീരീസ് കോമ്പിനേഷന്റെ ഡെറിവേഷൻ, പാരലൽ കോമ്പിനേഷന്റെ ഡെറിവേഷൻ. പിന്നെ ഒരു ഗ്രാഫിലെ എന്താ, അതായത് പൊട്ടൻഷ്യൽ വാല്യൂസ് കമ്പയർ ചെയ്തിട്ട് ആ ഗ്രാഫിന് ഏതിനാണ് സ്ലോപ്പ് കൂടുതൽ കുറവ് എന്നുള്ള ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്. റെഡി ആണല്ലോ. ഇനി ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് എന്താണ്, അതിന്റെ എക്സാമ്പിൾസ് എന്താണ്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. മക്കളെ നന്നായി തന്നെ പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക, ഗുഡ് ആയിട്ട് സ്കോർ ചെയ്യുക, നന്നായി സ്കോർ ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.